കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. സക്സസ് സ്റ്റോറി എപ്പിസോഡിൽ ഉള്ളത് ഒരു മാധ്യമ പ്രവർത്തകനാണ്. 4 പതിറ്റാണ്ട് കാലം മാധ്യമരംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പി ശശീന്ദ്രൻ. കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അതും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടയാൾ. 5 തവണ കണ്ണൂർ പ്രസ് ക്ലബിനെ നയിച്ചിട്ടുണ്ട്. അതുപോലെ ഫോക്ലോർ അക്കാഡമി, അതുപോലെ DTPC തുടങ്ങി ചലച്ചിത്ര അക്കാഡമി, പ്രസ് അക്കാഡമി തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളിലൂടെ അദ്ദേഹം നമ്മുടെ മുന്നിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം പത്രപ്രവർത്തനം തുടങ്ങുന്നത്. ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഈ ന്യൂജൻ കാലമല്ല 40 വർഷം മുമ്പ്. അന്നത്തെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ അത് അത്ഭുതത്തോടെ മാത്രമേ കേട്ടിരിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ 4 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയ ആ പത്രപ്രവർത്തനത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുക എന്നുള്ളതാണ് സക്സസ് സ്റ്റോറി ഈ എപ്പിസോഡിൽ ആഗ്രഹിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം നിരവധി തവണ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൂടാതെ പ്രവാസ ലോകത്തും നീണ്ട 8 വർഷത്തെ പരിചയം അദ്ദേഹത്തിനുണ്ട്. ഈ കാര്യങ്ങളിലൂടെയെല്ലാം നമുക്കൊന്ന് കടന്നു പോകാം. പി ശശീന്ദ്രനെ ഒപ്പം പ്രേക്ഷകരെയും ഞാൻ സക്സസ് സ്റ്റോറിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശശിയേട്ടാ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? ഞങ്ങൾ ഈ സക്സസ് എന്ന് ഉദ്ദേശിക്കുന്ന വ്യത്യസ്ത മേഖലകളിലൂടെ ഒത്തിരി മനുഷ്യർ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ MP എന്ന നിലയ്ക്ക് ജോൺ ബ്രിട്ടാസ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒപ്പം. അതുപോലെ ഒത്തിരി IAS-കാരും IPS-കാരും മന്ത്രിമാരും വ്യത്യസ്ത മേഖല. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരാൾ ആദ്യമായിട്ടാണ് വരുന്നത്. നവാസ്, സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞതിൽ എൻ്റെ ജീവിതവും താങ്കളുടെ ഈ ലോഗോയും തമ്മിൽ ബന്ധപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ താങ്കളുടെ കാഴ്ചയല്ല. 40 വർഷം ഒരാൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് തന്നെ സക്സസ് ആണ്. അതെ, ഒരുപക്ഷെ നമ്മൾ അതിനകത്ത് കാണുന്നത് ജീവിതം സക്സസ് ആണോ അല്ലെങ്കിൽ കരിയർ സക്സസ് ആണോ എന്ന് തന്നെ അപ്പുറം മാറ്റി വെച്ചാൽ 4 പതിറ്റാണ്ട് ഇപ്പോഴും സജീവമായി. ഒരുപക്ഷെ ഞാൻ 84-ലാണ് തുടങ്ങുന്നത്. മാതൃഭൂമിയിൽ ജേർണലിസ്റ്റ് ട്രെയിനിയായി തുടങ്ങുകയാണ്. ഇപ്പോഴും 2024 മാതൃഭൂമിയിൽ ഡെപ്യൂട്ടി എഡിറ്റർ ആയി ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഈ 40 വർഷം 84 ജനുവരി മുതൽ 2024 ഈ ജൂൺ മാസം വരെ എന്ന് ഞാൻ ഈ ജോലി ആരംഭിച്ചോ ആ ഒരു ആവേശവും ആ ഒരു സന്തോഷവും ആ ഒരു എനർജിയും ഇപ്പോഴും എനിക്കുണ്ട് എന്നുള്ളതാണ്. നിർത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സക്സസ് എന്ന് പറയുന്നത്. പകുതി വഴിയിൽ ആളുകൾ വിട്ടു പോകാറുണ്ട്. അവിടെയാണ്. അപ്പം പി ശശീന്ദ്രൻ എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തും. ആദ്യം താങ്കൾ എവിടെയാണ് ജനിച്ചത് നമ്മൾ അറിയണ്ടേ? താങ്കൾ ഒരു പുതുച്ചേരി സംസ്ഥാനത്താണ് ജനിച്ചതെന്നല്ല കേട്ടത്. എവിടെയാണ് ശരിക്കും? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഭൂമിശാസ്ത്രപരമായി കേരളത്തിന്റെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനം വേറെയാണ്. പുതുച്ചേരി സംസ്ഥാനം, പോണ്ടിച്ചേരി മാഹിയിൽപ്പെട്ട പള്ളൂർ എന്ന ഒരു ഗ്രാമത്തിലാണ്. കൊച്ചു ഗ്രാമം. മാതാപിതാക്കൾ അവിടെയുള്ളതാണ്, പള്ളൂരുള്ള. അച്ഛൻ്റെ പേര് ശങ്കരൻകുട്ടി നമ്പ്യാർ, അമ്മ കാർത്തിയായനി അമ്മ. അമ്മ വടകരയാണ്, അച്ഛൻ മാഹി, പള്ളൂർ. കർഷകരാണോ, ജോലിക്കാരാണോ, സാധാരണ അച്ഛനൊരു പ്രൈവറ്റ് ഫേമിൽ ജീവനക്കാരനായിരുന്നു. അമ്മ വീട്ടമ്മയാണ്. പിന്നെ നമുക്ക് അല്പം കൃഷി ഭൂമിയും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. എത്ര മക്കളായിരുന്നു? ഞങ്ങള് 4 പേരാണ്. അച്ഛൻ ഇപ്പോഴില്ല. 3 സഹോദരിമാരും ഞാൻ. മൂത്താളുടെ ഞാനാണ്. ഒരേ ഒരാളാണ്. സഹോദരിമാരാണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്ത സഹോദരി അതിൻ്റെ ഇടയിൽ മരണപ്പെട്ടു പോയിരുന്നു. രണ്ടാമത്തെ ആള്, 2 പേരും കല്യാണം കഴിച്ചു. ഒരാൾ പാലക്കാട് സെറ്റിൽ ചെയ്തിരിക്കുന്നു, ഒരാൾ പയ്യോളിയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. 2 പേരുടെയും ഭർത്താക്കന്മാർ ബിസിനസ്സുകാരാണ്. പിന്നെ എൻ്റെ വൈഫ് സുഷ, അവർ മമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്തു. പിന്നെ 2 കുട്ടികളുണ്ട്. അങ്ങനെ ഇതാണ് കുടുംബം. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഞാൻ ആദ്യം ഒരു 4ാം ക്ലാസ് വരെ, അല്ലെ 5ാം ക്ലാസ് വരെ ചൊക്ലിയിൽ ഒരു VP ഓറിയന്റൽ ഹൈസ്കൂൾ എന്നുള്ള അവരുടെ LP വിഭാഗത്തിലായിരുന്നു. പിന്നീട് വീട്ടിനടുത്തുള്ള പള്ളൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ, അവിടെ 10 വരെ. ഹൈസ്കൂൾ മാത്രമാണ്. അന്ന് ഞങ്ങൾ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, SSLC അന്ന് 15 കുട്ടികളാണ്, ആൺകുട്ടികൾ മാത്രം. റാങ്ക് അന്ന് ഒരു ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതെ. പിന്നീട് ഞാൻ അവിടുന്ന് പ്രീ ഡിഗ്രിക്ക് മാഹി കോളേജിൽ, മാഹി മഹാത്മാഗാന്ധി ഗവൺമെൻറ് ആർട്സ് കോളേജ്
അത് നമ്മൾ നടന്നുപോയി വരാവുന്ന പ്രാഥമിക വിദ്യാഭ്യാസ കാലമൊക്കെ എങ്ങനെയാണ് ഓർമ്മയിൽ? പൊതുവെ അങ്ങനെ വലിയൊരു ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത നമ്മൾ ഒന്നുമില്ല. സ്കൂളിൽ അങ്ങനെ ആ കാലത്ത് അങ്ങനെ ഒന്നുമില്ല. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ സ്കൂളിൽ മിക്കവാറും അധ്യാപകർ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ ഞങ്ങളെ വീടും കുടുംബവും ഒക്കെ ആയിട്ട് നന്നായി അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തെങ്കിലും നമ്മളൊരു കളിച്ച വീട്ടിലെന്നറിയും. മാതാപിതാക്കൾ കർക്കശക്കാരായിരുന്നു? അങ്ങനെ കർക്കശമൊന്നുമല്ല, പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ഒരു പറയിപ്പിക്കാൻ അവസരം കൊടുത്തിട്ടുള്ളതാണ്. വീട്ടിലെ മൂത്തയാളാണ്. മൂന്ന് പെങ്ങന്മാരാണ്. പിന്നെ നമ്മുടെ അച്ഛന്റെ സഹോദരന്മാരുടെ മക്കളുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് അല്ല, ആദ്യം എനിക്ക് ഒരു ഓർമ്മ 4ാം ക്ലാസ് 5ാം ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ വേറെ വീട് വെച്ച് വേറെ താമസം മാറി. മാറി എല്ലാവരും ആദ്യം കൂട്ടുകുടുംബം. ഒരു വീട്ടില് ഒരു 5-8 സ്ത്രീകള്, പുരുഷന്മാര്, പിന്നെ ഒരു 10-15 കുട്ടികളുണ്ട്. വീട് നിറച്ചാണ്. അങ്ങനെ അതൊരു കാലം. പിന്നെ നമുക്ക് വൈകിട്ട് കളിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം കുട്ടികൾ വേറെ കൂട്ടുകാർ തെരഞ്ഞു പോകണ്ട, വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളൊരു കാലം. അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് മാഹി കോളേജിൽ ചേർന്നു. അവിടെ അന്ന് സഹപാഠികളിൽ പ്രധാനമായിട്ട് ഞങ്ങളുടെ സീനിയറാണ് കോടിയേരി. രമേശൻ പറമ്പത്ത് ഞങ്ങളുടെ ജൂനിയറാണ്. മാഹി MLA രമേശൻ പറമ്പത്ത് എൻ്റെ ജൂനിയറാണ്. മൻസൂർ പള്ളൂർ ജൂനിയറാണ്. സിനിമാ നിർമ്മാതാവ്. അങ്ങനെയുള്ള ആൾക്കാരാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അന്നത്തെ കാലത്ത് നമുക്കൊന്നും ഇതെന്ത് പഠിക്കണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ ഒരു ധാരണയില്ല. ആരും പറഞ്ഞു തരാനും. സയൻസാണ്. അത് ഞാൻ ഒന്നുമില്ല. ആ കാലത്ത് എല്ലാ കുട്ടികളും 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ നല്ല മാർക്കോ ഉണ്ടെങ്കിൽ ഡിഗ്രി. പിന്നെ അന്ന് പിന്നെ മാഹി കോളേജിൽ മാഹിയിൽ ജനിച്ചു വരുന്നവർക്ക് എന്തായാലും ഒരു സീറ്റ് കിട്ടും, ഫീസും വേണ്ട. പിന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് 1/2 മണിക്കൂർ നടക്കാം. അന്നുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? അന്നത്തെ ആനുകൂല്യം എനിക്ക് ഇപ്പോഴും വലിയ ഓർമ്മ. വലിയ ഗുണങ്ങൾ റേഷൻ കാർഡ്. നിങ്ങൾക്കൊരു റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം പോലെ അരി, മണ്ണെണ്ണ, പഞ്ചസാര, പിന്നെ കറണ്ടിന് വൈദ്യുതിക്ക് ചെറിയ പൈസ, ഇതൊക്കെയാണ് പിന്നെ ആ കാലഘട്ടത്തിൽ. ഇപ്പൊ മാഹിയിൽ റേഷൻ കാർഡ് വരെ ഇല്ല, റേഷൻ കടകൾ പോലും ഇല്ല. ഭയങ്കര ഒരു 10-50 കൊല്ലം കൊണ്ട് മാഹി കേരളത്തിൽ അതേ സമയത്ത് കുറച്ചുകൂടി പൊതുവിതരണ സമ്പ്രദായം കുറെ കൂടി ബെറ്ററാണ്. മാഹിയിൽ ഒന്നുമില്ല, റേഷൻ കടകളില്ല, റേഷൻ കാർഡില്ല, റേഷൻ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോ ബൈപ്പാസും കൂടി വന്നപ്പോൾ ഏകദേശം ക്ലീൻ ആയി. അതെ, അന്ന് പിന്നെ ഇപ്പോഴുള്ളത് പോലെ തന്നെ അന്ന് മദ്യമുണ്ട്, പെട്രോൾ ഉണ്ട്, അതിനൊക്കെ വില കുറവുണ്ട്. സാനിറ്ററി മെറ്റീരിയൽസിനൊക്കെ വില കുറവ്. അതൊക്കെയാണ് നമ്മളന്ന് അറിയുന്ന ആനുകൂല്യങ്ങൾ. ഈ പ്രീ ഡിഗ്രി പഠനകാലമൊക്കെ എങ്ങനെ? അധ്യാപകരുടെ ഓർമ്മകളൊക്കെ പ്രീ ഡിഗ്രി പഠനകാലത്തൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അധ്യാപകരുടെ ഓർമ്മകളൊക്കെ? അധ്യാപകർക്ക് അതിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അന്നത്തെ മാഹിക്കാരുടെ കണ്ണിൽ പോലും പള്ളൂർ, പന്തക്കൽ, ചാലക്കര ഭാഗത്ത് നിന്ന് വരുന്നവർ റൂറൽ കുട്ടികളാണ്, മാഹിക്കാരാണ്. അങ്ങനെ അവര് റോയലാണ്. അവര് കുറച്ചുകൂടി അവിടെ പിന്നെ JNHS-ലായാലും അല്ലെങ്കിൽ അവിടെയൊക്കെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷും മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അധികവും പോണ്ടിച്ചേരി തമിഴാണ്. അപ്പോൾ അവരുടെ ഈ പ്രൊനൗൺസിയേഷൻ പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ 2ാമത്തെ കൊല്ലാകുമ്പോഴേക്ക് പിന്നെ മാഹിയിലെ കുട്ടികളും നമ്മളൊക്കെ നല്ല സൗഹൃദമായി. അങ്ങനെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അധ്യാപകരൊക്കെ ജനറേഷന് തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ഓർമ്മയുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് അന്നത്തെ അധ്യാപകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാഹിയിൽ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്ന മോഹൻ ചെറുകാട്, പിന്നെ പഴയ MLA മാഹിയിലെ രാമേന്ദ്രൻ മാഷ്, ആന്റണി ഫെർണാണ്ടസ്, മാഹി നമ്മുടെ മാഹി പള്ളിയുടെയൊക്കെ ട്രസ്റ്റിയാണ്, ട്രസ്റ്റി ബോർഡ് മെമ്പർ മറ്റോ ആണ്. പിന്നെ അന്നത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ രവീന്ദ്രൻ, അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു പോയി. അങ്ങനെ ഒരുപാട്. ഈ മാഹിക്കാർക്ക് അന്ന് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഗ്രേഡ് കൂടിയവരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി സൗകര്യങ്ങളും സൗജന്യങ്ങളും ഉള്ള മനുഷ്യർ. അത് ആ കാലത്ത് യാഥാർത്ഥ്യമാണ്. ഇന്നതില്ലാന്ന് എനിക്ക് തോന്നുന്നത്. വേണ്ടത്ര അറിയില്ല. അല്ല, അതിനെ എങ്ങനെയായിരുന്നു മലയാളികളെ മറ്റുള്ളവരൊക്കെ കണ്ടിരുന്നത് ആ കാലഘട്ടം? അല്ല, അന്ന് നമ്മുടെ വീട്ടിലൊക്കെ പിന്നെ ഞങ്ങൾ 6 പേര്, 6 പേർക്ക് ഒരു 15 പേർക്ക് ഭക്ഷിക്കാവുന്ന റേഷൻ കിട്ടും. അരി, പഞ്ചസാര. നമുക്ക് 5-6 കിലോ പഞ്ചസാരയെ കൊണ്ട് നിങ്ങളൊരു വീട്ടിലെന്ത് ചെയ്യും? അപ്പോൾ പലപ്പോഴും നമ്മുടെ മണ്ണെണ്ണ. അപ്പോൾ ഈ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടി ആവശ്യക്കാർ നമ്മുടെ റേഷൻ കാർഡൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകും. പിന്നെ ചിലർ ഈ റേഷൻ കാർഡിൽ നിന്ന് അരി വാങ്ങിച്ച് പുറത്തു കൊണ്ടുപോയി വിൽക്കും. നമുക്ക് വീട്ടിൽ നെല്ലുണ്ട്, അതുകൊണ്ട് നമുക്ക് അരി അത്ര വലിയ ആവശ്യമുള്ള കാലമായിരുന്നില്ല അത്.
അങ്ങനെയായിരുന്നു. പിന്നീട് ഞാനന്ന് സെക്കൻഡ് ഗ്രൂപ്പാണ് എടുത്തത്. എനിക്ക് ശരിക്കും താല്പര്യം തേർഡ് ഗ്രൂപ്പ് എടുക്കാനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞതല്ല സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കണം, സയൻസിനാണ്. അങ്ങനെ അവർക്ക് ഉണ്ടാവുന്ന നമുക്കറിയാമല്ലോ നമ്മുടെ കാര്യം. നമുക്ക് അങ്ങനെ ഒരു താല്പര്യവും ഇല്ല, നമുക്ക് അതിന് അത് കഴിയുമെന്നുള്ളത് നമുക്ക് തോന്നിയിട്ടുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അന്ന് 60-65 കുട്ടികളുണ്ട് പ്രീ ഡിഗ്രിക്ക്. അതിൽ നിന്ന് ഏതാണ്ട് 10-25 പേരെ മറ്റേ ജയിച്ചത്. വിജയ ശതമാനം വളരെ വളരെ കുറവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ മാഹിക്ക് തന്നെ, പിന്നെ സയൻസ് ഗ്രൂപ്പ് എടുത്താൽ 2 വിഭാഗത്തിലോ BSc ഫിസിക്സ്, BSc കെമിസ്ട്രി അല്ലെങ്കിൽ BSc ബോട്ടണി. അപ്പോൾ കെമിസ്ട്രി എന്തായാലും നടക്കില്ല എന്നുള്ളത്. അപ്പോൾ വളരെ സസ്യശാസ്ത്രത്തിലേക്ക് അങ്ങ് പോവാം. അങ്ങനെ പോയി. അന്ന് കെമിസ്ട്രിയിൽ എൻ്റെ കൂടെ ഞങ്ങൾ ഒന്ന് ലാംഗ്വേജും ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ ഒന്നായിട്ടാണ്. അപ്പം അന്ന് ഇപ്പോൾ മാഹി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസർ രവീന്ദ്രൻ, നമ്മുടെ എക്സൽ കോളേജിൻ്റെ ഒക്കെ ഡയറക്ടർ, ഞങ്ങളുടെ സഹപാഠിയാണ്. രവീന്ദ്രൻ, അതെ, ട്രസ്റ്റി രവീന്ദ്രനാണ് അന്ന് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു നമ്മുടെ ഒരു പ്രമോദ്, അത് പ്രീ ഡിഗ്രി സുഹൃത്താണ്, വടകരക്കാരനാണ്. കുറേ പേരുണ്ട്. ആ കാലഘട്ടത്തിൽ കോളേജ് ലൈഫ് അടിപൊളിയായി. കോളേജ് ലൈഫ് അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്, ഞങ്ങൾ 18 കുട്ടികളാണ്. BSc ബോട്ടണി 5 ബോയ്സ് 13 ഗേൾസാണ്. അപ്പോൾ നമുക്ക് പിന്നെ അന്ന് ആകെ ആ കോളേജിൽ തന്നെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 575-600 കുട്ടികളാണ്. അതിനകത്ത് ഏറ്റവും നന്നായി തന്നെ എൻജോയ് ചെയ്തൊരു കാലമാണ്. നമുക്ക് PP ശശീന്ദ്രൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലം വരെ എത്തി. അതിനുശേഷം ഇനി എന്ത്, എങ്ങനെയാണ് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു? അതിനിടയിൽ ഈ എഴുത്ത് പരിപാടികളും ഉണ്ടായിരുന്നോ കോളേജ് കാലഘട്ടത്തിൽ? എഴുത്ത് പരിപാടി വളരെ, ഇതൊരു മാഗസിനിലൊക്കെ അത്യാവശ്യം ഓർമ്മയുണ്ടോ? ഏത് മാഗസിനാണോ? മറ്റോ മാഹി കോളേജിന്റെ മാഗസിൻ. ആ സമയത്ത് എഴുതിയിരുന്നോ? അതിനകത്ത് ചെറിയ 1-2 എന്തോ കുറിപ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എഴുത്ത് നമ്മുടെ പിന്നെ ഒരു മേഖലയാണെന്ന് അന്ന് തോന്നിയില്ല, പക്ഷെ വായിക്കുമായിരുന്നു. അല്ല, എന്തായിരുന്നു അന്ന് മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു എയിം? കോളേജ് പഠിച്ചിരിക്കുമ്പോൾ ഒരു എയിം ഉണ്ടാവുമല്ലോ, എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ അപ്പോഴും ഞാൻ ബ്ലാങ്ക് ആയിരുന്നു, ഒരു ഐഡിയയിൽ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് MScക്ക് കിട്ടാൻ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയാണ് ഡിഗ്രി പാസ്സായത് അന്നത്തെ കാലത്ത്. അത് ഞങ്ങളുടെ തന്നെ 5-8 കുട്ടികൾ മാത്രമേ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് ഞാനും വിചാരിക്കാത്തൊരു ഫസ്റ്റ് ക്ലാസ് ആണ്. ഇനി എന്ത്? പക്ഷേ MScക്ക് അന്ന് ആകെയുള്ളത് നമ്മുടെ അടുത്ത് ബ്രണ്ണൻ കോളേജിലാണ് MSc ബോട്ടണി ഉള്ളത്. അവിടെ എന്തായാലും ഈ മാർക്ക് ഫസ്റ്റ് ക്ലാസ് കൊണ്ട് കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം 80-90% കുട്ടികൾ അന്ന് നമ്മുടെ അപ്പോൾ അത് എന്തായാലും നടക്കില്ല. പിന്നെ ചിലർ പറഞ്ഞു B.Ed വേണമെങ്കിൽ നോക്കാം, ഒരു മാഷായാലും. പക്ഷേ എനിക്ക് ഒരു മാഷ് എന്നുള്ളൊരു സങ്കല്പം എനിക്കത്ര, ആ പ്രൊഫഷൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പണിയല്ല. പിന്നെ അന്നത്തെ വെച്ചാൽ നമുക്ക് കിട്ടുന്ന എല്ലാ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. LD ക്ലർക്ക് പോണ്ടിച്ചേരിയിലും എഴുതാം, കേരളത്തിൽ എഴുതാം, റെയിൽവേ, അങ്ങനെ ബാങ്ക്, അങ്ങനെ പല എഴുത്താണ് പണി. ഇതിനിടയിൽ തന്നെ ചെറിയ ട്യൂഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് എൻ്റെ പോക്കറ്റ് മണി ഞാൻ ഉണ്ടാക്കും. അപ്പോൾ പക്ഷേ ഇനി എന്തെങ്കിലും ഫർദറായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കറ്റ് B.Ed ആണോ PG ആണോ ഇനി എവിടെ പോകണമെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങി വേണം. ഇപ്പോൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഡിഗ്രി വാങ്ങിക്കണം വേണ്ടി ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി. അപ്പോൾ അന്ന് ഞങ്ങളുടെ സീനിയർ ആയിട്ട് മാഹിയില പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കാലിക്കറ്റാണ്, ഭരണം പോണ്ടിച്ചേരിയാണ്. അതെന്തായിട്ട് പരിപാടി? നിങ്ങൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇല്ല? അന്ന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിലും ഈ കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് അഫിലിയേറ്റ് ചെയ്തത്. അതൊരു പ്രത്യേക സംവിധാനമാണ്. പക്ഷേ നമ്മുടെ പിന്നെ NCC, ഞാൻ അന്ന് പ്രീ ഡിഗ്രി കാലം മുതൽ NCC-യിലായിരുന്നു. അവസാനത്തെ വർഷം ഞാൻ. മിലിറ്ററി മോഹം ഒന്നും ഉണ്ടായിട്ടില്ല? അത് ഒരു ചെറിയൊരു മോഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. ഞാനത് പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ അവസാനത്തെ കൊല്ലം കോളേജിൽ NCC-യുടെ കാഡറ്റ് ക്യാപ്റ്റനായിരുന്നു. അതൊരു വർഷം. അതുകൊണ്ട് ആക്റ്റീവ് പൊളിറ്റിക്സ് അങ്ങ് കാര്യമായിട്ട് ഉണ്ടായതുമില്ല. ഈ NCC ആയിരുന്നു, അങ്ങോട്ട് പോയി. അങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി തേഞ്ഞിപ്പലത്ത് പോകും. അന്ന് തേഞ്ഞിപ്പലം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് പോവാണ്, എനിക്ക് അറിയില്ല. അതൊക്കെ ഒരു ദിവസത്തെ അഫെയറാണ്. രാവിലെ ബസ്സിന് പോകണം, നമുക്കറിയില്ല കൂടുതൽ. അപ്പോൾ അന്ന് നമ്മുടെ സീനിയറായിട്ട് പഠിച്ച മഹേഷ് മംഗലാട്ട് രാഘവേട്ടൻ്റെ പിന്നെ സഹോദരൻ്റെ മകൻ, ഞങ്ങളുടെ മാഹി കോളേജ് ഞങ്ങളുടെ സീനിയറായിരുന്നു. അയാൾ അവിടെ MA മലയാളത്തിന് അവിടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ മഹേഷിന് കൂട്ടി. അപ്പോൾ മഹേഷ് പറഞ്ഞു, ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, അത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്.
അങ്ങനെ മഹേഷിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് അവിടുന്ന് പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ചേർന്നു. അല്ല അവിടെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് റിട്ടേൺ ടെസ്റ്റിന് 100-120 പേരുണ്ടായിരുന്നു. 10 സീറ്റാണുള്ളത്. അങ്ങനെ എൻ്റെ റാങ്ക് എനിക്കറിയില്ല. അതിൻ്റെ ഒരു ദിവസം പെട്ടെന്നൊരു കത്ത് വന്നു, പിന്നെ നാളെ രാവിലെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ ആദ്യത്തെ 10 ഒരാൾ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ 11ാമനാണ്. അങ്ങനെ അവിടെ കിട്ടി. അപ്പോൾ അന്ന് 2-3 പേര്, പിന്നെ ഞങ്ങളുടെ തന്നെ അന്ന് ബാച്ചിലുണ്ടായിരുന്ന പ്രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ ചീഫായിട്ട് റിട്ടയർ ചെയ്തതാണ്. ആ കാലഘട്ടത്തിലൊന്നും ഈ പത്രപ്രവർത്തനത്തിന് ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കണമെന്നൊന്നും ഇല്ലല്ലോ. സാധാരണ ആളുകൾ കഴിഞ്ഞിട്ടൊന്നും അല്ലല്ലോ. കാലിക്കറ്റ് അന്ന് ആവശ്യമില്ല. പക്ഷേ സയന്റിഫിക്കായി പഠിപ്പിക്കുന്നത് തിരുവനന്തപുരം കാര്യവട്ടത്ത് പഠിപ്പിക്കുന്നുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. 2 സ്ഥലത്ത്. പിന്നെ തിരുവനന്തപുരം പ്രസ് ക്ലബ് അന്നുണ്ട്. ജേർണലിസം കോഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഉണ്ടാവണം. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയാണ് അന്ന് ഈ കോഴ്സ് നടത്തുന്നത്. അപ്പോൾ അവിടെ പ്രവേശനം കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഇതൊന്നും പരീക്ഷിക്കാമെന്നുള്ള ലൈനിൽ പിന്നെ അതിൽ കുറേ സജീവമായി. അപ്പോൾ അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്, ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ തൊട്ടപ്പുറത്ത് മുറിയിൽ കാലിക്കറ്റ് NP ചെക്കുട്ടിയായിരുന്നു. NP ചെക്കുട്ടി അന്ന് SFIയുടെ വലിയ ഗ്ലാമർ നേതാവാണ്. അദ്ദേഹം SFIയുടെ ഒരു മാഗസിൻ്റെ സ്റ്റുഡൻ്റ് എന്നുണ്ട്, അതിൻ്റെ എഡിറ്ററാണ് ചെക്കുട്ടി. അപ്പോൾ ചെക്കുട്ടി അതിൻ്റെ പ്രൂഫൊക്കെ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോയി നോക്കും. അങ്ങനെ ഞാൻ അന്ന് അവിടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേഷൻ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. SFIക്കാരും KSUക്കാരും എൻ്റെ പേരാണ് നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ ഏകാണ്ടമായി അവിടുത്തെ സെക്രട്ടറി സ്ഥാനം തിരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് 10 കുട്ടികളെല്ലാം കാര്യമായിട്ട് ആർക്കും അങ്ങനെ വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞ് പിന്നെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ 1-2 പരീക്ഷകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ റിട്ടേൺ ടെസ്റ്റൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ജോലി കിട്ടിയാൽ പോവാം. അങ്ങനെ പെട്ടെന്ന് കോഴ്സ് കഴിഞ്ഞ് കോഴ്സിൽ 2ാം റാങ്ക് ഉണ്ടായിരുന്നു. മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു ബന്ധമില്ലാത്ത കോഴ്സാണ്, പക്ഷേ 2ാം റാങ്ക് കിട്ടി. അത് കഴിഞ്ഞ് അപ്പോൾ ആരോ പറഞ്ഞു കേരള കൗമുദി പിന്നെ കോഴിക്കോട് നിന്ന് ആരംഭിക്കാൻ പോകുന്നു, വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന്. ഞാൻ ആദ്യമായിട്ട് കേരള കൗമുദി അതുവരെ ആ പത്രം ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തു, വിളിച്ചു. അന്ന് എൻ്റെ കൂടെ 4 പേരാണ് ചേർന്നത്. അതിലൊരാൾ EM അഷ്റഫ്, പിന്നെ PC ഹരീഷ്, ശ്രീധരൻ നമ്പൂതിരി എന്നൊക്കെ പറഞ്ഞ 4 പേരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് അവർ എഡിഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറേ റൈറ്റിംഗ് എക്സസൈസ് ആയിരുന്നു, പലതും ഫീച്ചർ എഴുതുക, അങ്ങനെയുള്ള അത് ഒരു നല്ലൊരു ബാലപാഠങ്ങളായി. ഈ സമയത്ത് തന്നെയാണ് മാതൃഭൂമി ജേർണലിസ്റ്റ് ട്രെയിനിയായി വിളിക്കുന്നത്. ആദ്യത്തെ ഇൻ്റർവ്യൂവും റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ പാസ്സായി. ഞാൻ അന്നത്തെ റാങ്ക് ലിസ്റ്റിൽ 5 പേരെയാണ് എടുത്തത്. ഞാൻ അവിടെ 2ാമനായിരുന്നു ആ ലിസ്റ്റിൽ. അങ്ങനെ മാതൃഭൂമി കോഴിക്കോട് ചേർന്നു. 84 ജനുവരി 25-നാണ്. കോഴിക്കോട് ബ്യൂറോയിലാണോ? അല്ല, കോഴിക്കോട് പിന്നെ ഹെഡ് ഓഫീസിൽ തന്നെ ഡെസ്കിലായിരുന്നു. ആദ്യം കിട്ടിയ അസൈൻമെന്റ് എന്തായിരുന്നു? അല്ല, അന്ന് പിന്നെ ഡെസ്കിലായിരുന്നു ചെന്നത്. ഡെസ്കിൽ ചെന്നിട്ട് പിന്നെ എനിക്കൊരു അസൈൻമെന്റ് റിപ്പോർട്ടിങ്ങിലേക്ക് ഞാൻ പോകുന്നത് പിന്നെയും കുറെ കഴിഞ്ഞു. ഈ ഡെസ്കിൽ എന്താ പണി? ഇപ്പൊ ഡെസ്ക് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഡെസ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ ലേഖകന്മാർ അയക്കുന്ന വാർത്തകൾ, പല ഭാഗങ്ങളിൽ നിന്ന് അയക്കുന്ന വാർത്തകൾ മാറ്റി എഴുതുക. അതുപോലെ ഈ ന്യൂസ് ഏജൻസികൾ ഇംഗ്ലീഷിൽ അയക്കുന്ന ടെലിപ്രിന്റർ വഴി അയക്കുന്ന വാർത്തകൾ, അത് നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അന്ന് ഈ ഡെസ്കിലേക്ക് വാർത്തകൾ വന്നിരുന്നത് എങ്ങനെയാണ്? അതൊരു ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ അത് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ്. അന്ന് ആകെ മാതൃഭൂമിക്ക് തന്നെ 3 എഡിഷനാണ്. തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം 3 എഡിഷനാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഒരു സംഭവം നടക്കുന്നു. സംഭവം നടന്നു കഴിഞ്ഞാൽ ഈ കണ്ണൂരിൽ നിന്നുള്ള ഒരു ടെലിപ്രിന്റർ എന്നുള്ള സമ്പ്രദായമുണ്ട്. അദ്ദേഹം ഇത് എന്താണ് അതിന്റെ പരിപാടി? അല്ലല്ല, അതിന് വേറെ ഓപ്പറേറ്റർ. അപ്പൊ അത് നമ്മൾ മംഗ്ലീഷ് പറയില്ലേ, അവൻ AVAN ഇംഗ്ലീഷ് ലെറ്ററിലാണ് അവൻ അടിക്കുക. അപ്പൊ അത് അവിടെ കോഴിക്കോടെത്തും. കോഴിക്കോടെത്തി കഴിഞ്ഞാൽ അത് ഡെസ്കിലിരിക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർ അത് അതിലെന്തൊക്കെ തെറ്റുണ്ടോ അത് വായിക്കാൻ. കോഴിക്കോട് ഡെസ്കിലാണ് നിങ്ങൾ ഉള്ളത്. കണ്ണൂർ ബ്യൂറോയിൽ നിന്ന് ടെലിപ്രിന്റർ വഴി എല്ലാ ബ്യൂറോയിലും മംഗ്ലീഷിലാണ് വരിക. ഇപ്പൊ അത് അവിടെ ചെന്ന് അതിന്റെ പ്രിന്റ് ആണോ നിങ്ങൾക്ക് കിട്ടുക? അല്ല, അത് നമ്മളിപ്പോഴത്തെ ഈ ടെലിഗ്രാം വരുന്നൊക്കെ പോലെയില്ലേ, അതേപോലെയുള്ള അടിച്ചു അത് നിങ്ങൾ മാറ്റി എഴുതണം. നമ്മൾ മാറ്റി എഴുതും വേണ്ട, നമ്മളത് വായിച്ചിട്ട് അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വിട്ടുക.
അല്ല അത് മലയാളത്തിലാക്കട്ടെ. അത് മലയാളമാക്കുന്നത് പിന്നെ അന്ന് ഈ അച്ച് പെറുക്കി വെക്കുകയാണ്. അതാണ് അറിയാം. അച്ച് പെറുക്കി വെക്കുകയാണ്. അച്ചിൽ തന്നെ 2 തരത്തിലുണ്ട്, മോണോ ടൈപ്പും ലൈനോ ടൈപ്പും. അച്ച് ഓരോ അച്ച് ഇങ്ങനെ എന്ന് പറയുന്ന ഒരക്ഷരം, അവൻ എന്നാണെങ്കിൽ ആ വാ ഇൻ. അപ്പൊ അതിങ്ങനെ വലിയൊരു കള്ളികളുണ്ടോ അതിൽ അതിന് കമ്പോസിറ്റർ, അയാൾക്ക് അവരെ കമ്പോസിറ്റർ എന്ന് പറയും. അപ്പൊ അവർക്ക് അപ്പൊ നമ്മളിത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ അവരത് ഇങ്ങനെ ആ വാ ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുണ്ടാക്കും. അതൊക്കെ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. അതിനൊരു വലിയൊരു തമാശ ഉണ്ട്. അന്ന് അക്കാലത്ത് പിന്നെ പണ്ട് കാലത്ത് ദേശാഭിമാനിയില് ആര് പിന്നെ ഏത് നേതാവിന്റെ അല്ലെങ്കിൽ പ്രവർത്തകന്റെ പേര്, ഇപ്പൊ വിവാഹം പിന്നെ കുനിയിൽ സഖാവ് കുമാരൻ, അപ്പൊ കുമാരൻ പിന്നെ രമണി വിവാഹിതരായി. ചന്ദ്രികയിൽ ജനാബ് ഇ അഹമ്മദ്, ഇ അഹമ്മദ്. അപ്പൊ ഇത് ഒരു ദിവസം എത്ര ജായും അപ്പൊ ഒരു ദിവസം ഇത് തമാശ കേട്ടോ, നടന്നവിടെ നമുക്കറിയില്ല, നമ്മളെപ്പോഴും ഡെസ്കിലിരിക്കുമ്പോൾ പറഞ്ഞു കേട്ടുന്ന തമാശയാണ്. അപ്പൊ ഒരു ദിവസം ദേശാഭിമാനിക്കാർ പറഞ്ഞ് ഞങ്ങള് തീർന്നു പോയി, ചന്ദ്രികയിലേക്ക് വിളിച്ചിട്ട് കുറച്ച് കൊടുത്തേക്കാം. അപ്പൊ അയാൾ പറഞ്ഞു നമുക്ക് കുറച്ച് വേണം, ഇങ്ങോട്ട് തരും, അന്ന് ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്ഥാപനങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ്. പിന്നെ മാതൃഭൂമിയിൽ തന്നെ വേറൊരു സാധനം എന്താ വെച്ചാൽ ലൈനോ ടൈപ്പ്. ഈ അവൻ എന്നുള്ളത് ഒരു വലിയൊരു മെഷീൻ ഉണ്ട്, ഈ കമ്പോസിങ് മെഷീൻ. ഈയം ഉണ്ടല്ലോ, ലെഡ്, അത് നല്ല ടെമ്പറേച്ചറിൽ തിളക്കും. അപ്പോൾ ഇത് നമ്മുടെ ടൈപ്പ് റൈറ്ററിൽ പിന്നെ KPN എന്നൊക്കെ ഒരു അക്ഷരം ഉണ്ടാവുമല്ലോ, അതേപോലെ ഇത് അടിക്കുമ്പോൾ ഇതിങ്ങനെ ഈ നമ്മളെ പത്രത്തിൽ 8 കോളം ഉണ്ടെങ്കിൽ ഒരു മൊത്തത്തിലൊരു ലൈൻ അതിങ്ങനെ അടിച്ചിട്ട് അവിടെ വരും. അത് ഈയത്തിൽ അടിച്ച് വരും. അപ്പൊ അത് എടുത്തു വെക്കാൻ എളുപ്പമാണ്. ഈ അക്ഷരങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പിന്നെ എന്താ ചെയ്യുക വെച്ചിട്ട് കോളം കോളം ഓരോ പത്രത്തിന് 8 കോളാണല്ലോ, അതിലിങ്ങനെ അടുക്കി വെച്ച് ഒരു ഹെഡിങ് വേണമെങ്കിൽ ഹെഡിങ് വെച്ച്. പിന്നെ അന്ന് ഫോട്ടോസ്, അന്നൊരു ഫോട്ടോ ഒക്കെ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഫോട്ടോ, കുറേ ഫോട്ടോ അവിടെ. പിന്നെ ഈ അതിനൊരു എന്താ പറയുക, ഒരു പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയാണ്, അതിനൊരു ബ്ലോക്ക് എന്ന് പറയും. അത് ആർട്ടിസ്റ്റുകളാണ് അത് ഉണ്ടാക്കുക. ഈ ഫോട്ടോ വെച്ചിട്ട് എന്തൊരു ടെക്നിക്കൽ പരിപാടിയിൽ ഈ ബ്ലോക്ക് ഒരു കട്ടയാണ്, ആ കട്ടയാണ് അവിടെ വെക്കുക. അന്ന് ലൈവ് ഫോട്ടോ ഒന്നും ഇല്ല. പ്രധാനപ്പെട്ട ആൾക്കാരുടെ ബ്ലോക്ക് ഒക്കെ അവിടെ ഉണ്ടാവും, അത് അവിടെ വെക്കും. എന്നിട്ട് ഇതൊക്കെ എല്ലാം മൊത്തം പേജ് വരിഞ്ഞ് മുറുക്കി കെട്ടി അതിന്റെ അല്ലല്ല അതിന് പ്രത്യേക ഒരു നൂലുണ്ട്, ഒരു നൂല് കൊണ്ട് കെട്ടി, അല്ലെങ്കിൽ ഇളകി പോവല്ലോ, അക്ഷരങ്ങളായി പോകും. എന്നിട്ട് അതിന്റെ മൊത്തം ഒരു പേജ് ഒരു അന്ന് ഫ്ലോങ് എന്നാണ് പറയുക, ആ ഫ്ലോങ് എടുത്ത് അതാണ് പിന്നീട് പ്രസ്സിലേക്ക് ഷീറ്റാക്കി മാറ്റി. വലിയ പ്രോസസ്സാണ്. അപ്പൊ അതെല്ലാം പഠിക്കാൻ പറ്റി. അതൊക്കെ അതിന്റെ നമ്മളതൊന്നും ചെയ്യണ്ട, പക്ഷെ ഇതൊക്കെയാണ് ഇതിന്റെ രീതി. കളർ വരുന്നത് ഇതിന് അന്ന് കളർ ഇല്ലല്ലോ, അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ഈ കറുപ്പ് എങ്ങനെയാ അതിന്റെ മെഷീൻ കാര്യങ്ങളൊക്കെ കറുപ്പാണ് അടിക്കുക. അപ്പൊ ഈ അക്ഷരങ്ങളുടെ മുകളിൽ ഇത് കറുപ്പ് വരും, അപ്പൊ അത് വെള്ള കടലാസിൽ പതിയും. അക്ഷരങ്ങളുടെ ഇപ്പോൾ ആന്റെ മേലെ കറുപ്പ് മഷി ഉണ്ടാവും, ആ കടലാസിൽ പതിയും. അതാണ് കടലാസ്. അതെ. പലപ്പോഴും പിന്നെ ഈ നമ്മളൊക്കെ ആദ്യത്തെ കോപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ മുഴുവൻ മഷിയായിരിക്കും. ഇത് ഉണങ്ങി കിട്ടണം. അന്നത്തെ ചെറിയ സ്പീഡിലൊക്കെ ഉള്ള മെഷീനൊക്കെ ആയിരുന്നല്ലോ അത്. അപ്പം ഞാൻ അതൊക്കെ കാണുന്നു, ഭയങ്കര രസമുള്ള കാര്യമാണ്. ഡെസ്കിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അബദ്ധങ്ങൾ പൊതുവെ കുറവായിരുന്നു. ഡെസ്കിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്ത കടന്നു, എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് താങ്കൾ അത്ഭുതപ്പെടുന്നത് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത്. അന്ന് 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് മാതൃഭൂമി ആദ്യമായിട്ട് വി രാജഗോപാൽ എന്ന് പറഞ്ഞ ആളെ ഒളിമ്പിക്സിന് അയക്കുന്നു. അവിടുന്ന് ഇന്നത്തെ മാതിരി വാട്സപ്പോ അല്ല ഒന്നുമില്ല. എങ്ങനെയാ ലോസ് ആഞ്ചലോസ്? അദ്ദേഹം ടെലിപ്രിന്റർ ടെലക്സ് ആണ്. അദ്ദേഹം ടെലക്സിലായി. ടെലിപ്രിന്ററും ടെലക്സ് കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. ടെലിപ്രിന്റർ എൻ്റെ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ ഓഫീസിലേക്ക്, അല്ല എൻ്റെ ഓഫീസിലേക്ക് തന്നെ പോവാണ്. ടെലക്സ് പിന്നെ ഇപ്പോൾ പണ്ട് പട്ടാളക്കാർ കമ്പിയൊക്കെ വരുന്നില്ലേ, അത് ടെലക്സ് ആണ്. നമുക്ക് പണ്ട് കമ്പി വരുന്നു എന്നൊക്കെ പറയുന്നില്ലേ, വിദൂരദേശങ്ങളിൽ നിന്ന് കമ്പി വരുന്നു, അത് ടെലക്സ് ആണ്. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അയക്കും. പക്ഷേ ലോസ് ഏഞ്ചൽസിൽ നിന്ന് അയാൾ ഇത് ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സംവിധാനമുള്ള ഓഫീസുകളിൽ നിന്ന് ടെലക്സ് അടിച്ച് അയച്ചാൽ ചിലപ്പോൾ ഇവിടെ
പിറ്റേന്നൊക്കെ കിട്ടുക. ഓ ഓ. അപ്പോൾ നമ്മൾ പിന്നെ ഏജൻസികളുണ്ടാവും, PTI, ഇതാണോ ഈ UNAID ഒക്കെ. ലോസ് ഏഞ്ചലസിലെ വാർത്ത നിങ്ങളാണ് അന്ന്? നമ്മൾ സ്പോർട്സ് ഡെസ്ക് ഞങ്ങൾ 5-6 പേരായിരുന്നു. അപ്പോൾ അദ്ദേഹം അയക്കും, പിന്നെ PTI ന്യൂസ് ഏജൻസികൾ അയക്കുന്ന ഇതുണ്ടാവും. ഇതൊക്കെ നമ്മൾ വാർത്തകളാക്കി മലയാളത്തിൽ മാറ്റി എഴുതി കൊടുത്തു. അതായിരുന്നു എൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മ. പിന്നെ ഒന്ന് ശരിക്ക് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് 84 ഒക്ടോബർ 31. എനിക്കന്ന് ശരിക്കും രാത്രിയാണ് ഷിഫ്റ്റ്. ഞാനൊരു 11 മണിക്ക് മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ ആരുടെ കൂടെ പോയപ്പോഴാണ് അവിടുന്ന് ഒരു പോലീസുകാരൻ പറയുന്നതെന്ന് കേട്ടിട്ടാണ് ഞാൻ അറിയുന്നത്. ഉടനെ ഞാൻ ഓഫീസിലേക്ക് വന്നു നോക്കുമ്പോഴേക്കും ഈ വിവരം അന്ന് ഇതേപോലെ ഫ്ലാഷ് ന്യൂസുകളൊന്നും ഇല്ലല്ലോ. ആകെയുള്ളത് ആകാശവാണി വാർത്തകൾ മാത്രമാണ്, വേറെ ഒരു സംവിധാനവും ഇല്ല. ഡൽഹിയിലൊന്നും ആളില്ല, ആളൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്കല്ലേ അറിയുള്ളൂ, പബ്ലിക്കിന് അറിയില്ലല്ലോ. പബ്ലിക്കിന് അറിയുന്നത് അന്ന് ആകാശവാണിയിൽ നിന്ന് വാർത്ത വരുമ്പോഴാണ്. പക്ഷെ അപ്പോഴേക്കും എങ്ങനെയൊക്കെയോ ആകാശവാണിയിൽ നിന്നൊക്കെയുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള വാർത്ത ഞങ്ങളുടെ ഹെഡ് ഓഫീസിൻ്റെ മുമ്പിൽ റോഡ് മുഴുവൻ ജനക്കൂട്ടമായിരുന്നു, വിവരം അറിയാൻ വേണ്ടി എന്താണ് സംഭവം. അപ്പോൾ പെട്ടെന്ന് അന്നത്തെ എഡിറ്ററും എല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞു, നമുക്ക് വൈകിട്ടൊരു ഫ്രീ സപ്ലിമെൻ്റ് ഇറക്കണം, ഒരു പത്രം ഇറക്കണം, ഒരു 4 പേജ് സപ്ലിമെൻ്റ് ഇറക്കണം. ഇന്ദിരാഗാന്ധി മരിക്കുകയല്ലേ, ഇന്ത്യൻ പ്രധാനമന്ത്രി വെടിയേറ്റ് മരിക്കുക എന്നാണ് വലിയ സംഭവമല്ലേ. അങ്ങനെ അപ്പം എനിക്ക് രാത്രി വരേണ്ട, ഞാൻ ഈ വിവരം അറിഞ്ഞിട്ട് ഞാൻ ഓടി ചെല്ലുകയാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ 2-3 നമ്മുടെ പല ഭാഗങ്ങളിലുള്ള സബ് എഡിറ്റേഴ്സും മുതിർന്ന ജേർണലിസ്റ്റുകളൊക്കെ ഓടിക്കതച്ച് വന്നു. നമ്മൾ വാർത്തകൾ എഴുതുകയാണ്, അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ ഇതേ പ്രൊസീജിയറിലൂടെ ഡൽഹി ബ്യൂറോയിൽ നിന്ന് ആൾ ബന്ധപ്പെടുന്നു, അവർ ഫോണിലൊക്കെ വിളിച്ചെടുക്കും, നമ്മൾ എഴുതിയെടുക്കും. ഫോണിലുള്ള പെട്ടെന്ന് ഈ ടൈപ്പ് പ്രിന്ററിൽ അയക്കാൻ നേരമില്ലെങ്കിൽ അവർ ട്രങ്ക് ബുക്ക് ചെയ്യണം. അന്ന് അത് ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അതാണ് എനിക്ക് എൻ്റെ ഡെസ്കിലുള്ള വലിയ ഒരു അനുഭവം. ആ സമയത്താണ് കണ്ണൂരിൽ അന്ന് മാതൃഭൂമിയുടെ ബ്യൂറോ ചീഫായിരുന്ന N. അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ് വളരെ സാത്വികനായ ഒരു മനുഷ്യൻ. അദ്ദേഹം 1 മാസത്തെ ലീവിന് പോകണം, 84 ലാസ്റ്റിൽ. അപ്പോൾ എൻ്റെ അടുത്ത്, ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നൊരാൾ എന്നുള്ളത് കൊണ്ട് എന്നോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരാം എന്നുള്ളതാണ് നമ്മുടെ ആകെയുള്ള, അല്ലാതെ റിപ്പോർട്ടിങ്ങിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളൊരു താല്പര്യമൊന്നും അന്ന് ഉണ്ടായില്ല. കാരണം എന്താ അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ കണ്ണൂരിലേക്ക് വന്നു. അദ്ദേഹം 1 മാസം എന്നുള്ളത് പിന്നീട് 3 മാസം ലീവ് നീട്ടി. അപ്പം ഞാൻ ഏതാണ്ട് ട്രെയിനിയുടെ 1 വർഷം കഴിയുമ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. 84 പിന്നെ ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബറിൽ ഇവിടെ വരികയാണ്. പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് കണ്ണൂരിൽ തന്നെ തുടർന്നു. 85-ലാണ് ഞാൻ വരുന്നത്. 85-ലാണ് കണ്ണൂരിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ അങ്ങ് തുടർന്നു. അന്ന് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്കോ കാസർഗോഡേക്കോ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രങ്ക് ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ അപ്പോൾ കാസർഗോഡേക്കൊക്കെ കോഴിക്കോടൊക്കെ വിളി നമ്പർ പ്ലീസ് എന്നാണ് ചോദിക്കുക അവർ. നമ്മൾ എക്സ്ചേഞ്ചിലേക്കാണ് വിളിക്കുക. എക്സ്ചേഞ്ചിൽ നമ്പർ പറഞ്ഞു കൊടുക്കും. നമ്പർ കൊടുക്കും. ഇപ്പോൾ ഇന്നയാളെ വേണം എന്ന് പറഞ്ഞാൽ PP കോൾ ഉണ്ട്, പിന്നെ പ്രസ് കോൾ വേറെ ഉണ്ട്. അങ്ങനെ പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കിട്ടും. അതിലേറ്റവും കൗതുകമുള്ള കാര്യം എന്താ അറിയോ, ഈ വാർത്തകൾ അയക്കുന്നതാണ്. അപ്പോൾ അന്ന് പ്രധാനമായിട്ട് ഇവിടെ 5-6 പത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ചാനലുകളൊന്നും ഇല്ല. പിന്നെ ആകാശവാണി മാത്രമാണ്. അപ്പോൾ നമ്മൾ വൈകിട്ട് 4 മണിക്കും 5 മണിക്കൊക്കെ ബസ്സിനാണ് പ്രധാനപ്പെട്ട കുറേ വാർത്തകൾ കവറിലാക്കി അയക്കും. സ്റ്റുഡിയോ സ്വന്തമായി ഫോട്ടോഗ്രാഫേഴ്സ് അന്ന് ആർക്കും ഇല്ല. സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫേഴ്സാണ് എടുക്കുക. അപ്പോൾ അവിടെ അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമാണ്. അപ്പോൾ അവരിൽ നിന്ന് ഫോട്ടോ ഇത് കിട്ടണം. ആ ഫോട്ടോ കിട്ടിയിട്ട് ഈ ബസ്സിൽ ഇത് വാർത്തയോടൊപ്പം പിൻ ചെയ്ത് ബസ്സിൽ കണ്ടക്ടർ എടുത്ത് കൊടുത്തേക്കണം. കണ്ടക്ടർ കോഴിക്കോട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സ്ഥിരമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് 4 മണിക്ക് ഒരു പച്ച ബസ്സുണ്ട്, തിരുവനന്തപുരം ബസ്സാണ്. പിന്നെ 5 മണിക്കാണ്. അപ്പോൾ ഈ 2 ബസ്സിനാണ് കൊടുത്തേക്കുക, KSRTC സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ ഈ ബസ് നമ്മൾ നമ്പറൊക്കെ KL എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ ഉണ്ടാവുമല്ലോ ബസ്സിൻ്റെ. ഈ ബസ് ഇവിടുന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കോഴിക്കോട് ഓഫീസിൽ ഡെസ്കിൽ വിളിച്ചു പറഞ്ഞാൽ അവർ ആ മെസ്സേജ് എഴുതിയെടുത്തിട്ട് അത് അവിടെ ഒരു പ്യൂണിനെ ഏൽപ്പിക്കും. അയാൾ ഈ ബസ് വരുന്ന സമയത്ത് പോയിട്ട് വാങ്ങിക്കണം. അപ്പോൾ ഈ മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി എല്ലാവരുടെയും കവറുകൾ കോഴിക്കോട് പത്രം അടിക്കുന്നുള്ളൂ, അവരെ ആരുമില്ല. അപ്പോൾ ഈ നമ്മൾ ഈ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് കാത്തു നിൽക്കണം, ഇത് വരാൻ പറയാം. അപ്പോഴേക്കും ബസ് ചിലപ്പോൾ കൊയിലാണ്ടി എത്തിയിട്ടുണ്ടാവും.
അന്നത്തെ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഒരു അവസ്ഥയാണത്. അതാണ് ആ കാലം. അപ്പൊ നമ്മൾ വിളിച്ചു പറയാൻ മറന്നു ചിലപ്പോൾ ഈ ബസ് ഈ അറ്റൻഡർ പോയില്ലെങ്കിൽ ഈ കവറും കൊണ്ട് ബസ് പോകും. പിന്നെ നമ്മൾ എടപ്പാളെന്നോ മറ്റൊക്കെ അവിടുത്തെ ആള് ഇത് ഈ ബസ് തെരിഞ്ഞ് പിടിച്ച് ആ കവർ എടുത്ത് തിരിച്ച് അപ്പോഴേക്കും ഒരു ദിവസം കഴിയും. അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ വാർത്തകളായിരിക്കും. അല്ല, നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ടെലിപ്രിന്ററിലായിരിക്കും. ബാക്കി ചെറിയ ചെറിയ വാർത്തകളും ഫോട്ടോസ് നമുക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ബസ്സിന് തന്നെ കൊടുത്തേക്കുള്ളൂ. പക്ഷേ പലപ്പോഴും വാർത്ത വരും, ഫോട്ടോ അവിടെ എത്തിയിട്ടുണ്ടാവില്ല. നമുക്ക് പി ശശീന്ദ്രൻ പറഞ്ഞ ആ പഴയ കാലഘട്ടം നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. കണ്ണൂരിൽ അതല്ല ചരിത്രം, അതിനേക്കാൾ വലിയ സംഘർഷ ഭൂമിയായിരുന്നു കണ്ണൂർ. അവിടെ കോലത്തുനാട് എന്ന പങ്ക്തിയും ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നമുക്കൊന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് ഈ കോലത്തുനാട് എന്ന പങ്ക്തി? ഇപ്പോഴും പി ശശീന്ദ്രൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾ ആദ്യം പറയുന്നത് കോലത്തുനാടാണ്. എങ്ങനെയാണ് അത് തുടങ്ങിയത്? എത്ര എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു? എന്താണ് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം? അത് ശരിക്ക് ഞാനല്ല തുടങ്ങിയത്. എനിക്ക് മുമ്പ് എൻ അബ്ദുറഹീം അദ്ദേഹത്തിന്റെ കാലത്താണ്. അത് NV കൃഷ്ണവാര്യർ ചീഫ് എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് എല്ലാ ജില്ലകളിലും ഇതേപോലെ ഒരു കോളം, അത് അവിടുത്തെ പ്രധാനപ്പെട്ട ലേഖകന്റെ പേരിൽ തന്നെ ഒരു വിമർശനാത്മകമായ ഒരു കോളം വേണമെന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം വന്നിരുന്നു. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. NV കൃഷ്ണവാര്യർ VK മാധവൻകുട്ടിയാണ് സംശയം. എനിക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആദ്യം എങ്ങനെയാണ് താങ്കളുടെ ഒരു എക്സ്പീരിയൻസിൽ എന്തായിരുന്നു? അല്ല, അതിൽ നമുക്കൊരു ഒപ്പീനിയൻ കോളമായതുകൊണ്ട് നമുക്ക് എന്ത് തുറന്ന് എഴുതാം എന്നുള്ളതാണ്. നമുക്ക് ആരെയും വിമർശിക്കാം, പിന്നെ അനുമോദിക്കാം, അല്ലെങ്കിൽ നാട്ടിൻ്റെ കാര്യങ്ങൾ പറയാം. അത് ഒരുപക്ഷെ ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ എന്നെ കണ്ണൂരിൽ എനിക്കൊരു വലിയൊരു അംഗീകാരം ഉണ്ടാക്കി തന്ന ഈ കോളമാണ്. ഞാൻ ഏതാണ്ട് 86 അവസാനം തുടങ്ങിയിട്ട് 2013 വരെ 86 തുടങ്ങിയിട്ട് 2013 വരെ 27 വർഷം ഒരു കോളം കൈകാര്യം വളരെ അപൂർവമായിട്ട് മാത്രമേ അത് മുടങ്ങിയിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും. എപ്പോഴെങ്കിലും ആ കോളം നിങ്ങൾക്കൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടോ? പ്രതിസന്ധി സൃഷ്ടിച്ചത് രാഷ്ട്രീയക്കാരുടെ അത് പലപ്പോഴും അറിയാലോ. അത് എപ്പോഴും മനസ്സിലുള്ള ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിൽ കണ്ണൂർ രാഷ്ട്രീയം. ഒന്ന് കണ്ണൂർ രാഷ്ട്രീയം രണ്ട് ഘട്ടമാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിന് ഒന്ന് CPM RSS സംഘർഷമാണ്, പിന്നെ CPM കോൺഗ്രസ്. അത് പ്രത്യേകിച്ച് കെ സുധാകരൻ DCC പ്രസിഡന്റായ മുതലുള്ള അതാണ് അവിടെ പ്രധാനമായിട്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് CPM-നെതിരായിട്ട് എഴുതേണ്ടി വരും, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായിട്ട് എഴുതേണ്ടി വരും, അല്ലെങ്കിൽ BJP-ക്കാർക്ക് രസിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ കോളത്തിൽ വളരെ ഓപ്പണായിട്ട് നമ്മൾ വിമർശിക്കുമ്പോൾ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ സർക്കാർ സംവിധാനങ്ങൾ, ഒരു കളക്ടർ, ജില്ലാ കളക്ടർ, അദ്ദേഹം എഡിറ്റർക്ക് എൻ്റെ പേരിൽ പരാതി അയച്ചു. ഇദ്ദേഹം ചെയ്യുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്, ഇദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റുന്നത് ഉൾപ്പെടെ നിങ്ങൾ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജില്ലാ കളക്ടർ എനിക്കെതിരെ ഒരു പരാതി അയച്ചു. പക്ഷേ പത്രാധിപർ വളരെ മനോഹരമായൊരു മറുപടി കൊടുത്തു. ഞങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ലേഖകന്മാരിൽ ഒരാളാണ് അയാൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ അതുകൊണ്ട് താങ്കൾ ഈ പറയുന്ന അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല കത്തെഴുതി വെച്ചു. അത് അങ്ങനെയുള്ളൊരു, അത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ്, സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന വലിയ അംഗീകാരം. ഈ കോലത്ത് താങ്കളിപ്പം ഈ കണ്ണൂർ രാഷ്ട്രീയത്തിലെ സുധാകരനെ, അതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ ആയിട്ട് ഇപ്പം താങ്കൾ K കരുണാകരൻ മുതൽ പിണറായി വരെ അല്ലേ മുഖ്യമന്ത്രിമാരുടെ ഒത്തിരി അഭിമുഖങ്ങളൊക്കെ താങ്കൾ നടത്തിയിട്ടുണ്ട്. ആ കാലഘട്ടമൊക്കെ എങ്ങനെയാണ് ഓർക്കാൻ പറ്റുക? അല്ല, എല്ലാ മുഖ്യമന്ത്രിമാരും അന്ന് പത്രങ്ങളുമായിട്ട്, അന്ന് പത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അവർ വലിയ റെസ്പെക്ട് തന്നിട്ടുണ്ട് എല്ലാവരും. ഇപ്പം ഒരുപക്ഷെ ഏറ്റവും തമാശയുള്ള കാലം നായനാർ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലൊക്കെ പോയിരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമല്ലാത്തൊരു ചോദ്യം ചോദിച്ചേ, നീ ഏതാ കടലാസ്? ഇതിന്റെ പിന്നെ MD-നെടുത്ത് ഞാൻ പറഞ്ഞോളാം, അല്ലെങ്കിൽ ഇതിന്റെ എഡിറ്റർ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞാൽ പോലും അദ്ദേഹം അതൊന്നും പറയാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. അത് അദ്ദേഹത്തിന്റെ രീതിയാണ്. പക്ഷെ അത് എല്ലാവരും അത് എൻജോയ് ചെയ്തു. K കരുണാകരനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ്? K കരുണാകരനും ഇതേപോലെ തന്നെ വളരെ മാന്യനായ ഒരു ഭരണാധികാരി. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും. അദ്ദേഹം അടുത്ത തവണ നമ്മൾ വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് അതിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞു തരും. അത്തരം ഒരു വലിയൊരു പിന്നെ എന്താ ഒരു വലിയ മനുഷ്യരാണ് ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ. അതെ, K കരുണാകരനായാലും നായനാറായാലും
ഇവരൊക്കെ AK ആൻ്റണി, ഞാൻ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, ഇവരൊക്കെ വളരെ എന്താ പറയുക ഭരണരംഗത്ത് നല്ല ഭരണാധിപന്മാരായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ അക്രമ രാഷ്ട്രീയം നടക്കുന്ന ആ സമയത്തൊക്കെയുള്ള ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? കൊലപാതക രാഷ്ട്രീയമൊക്കെ അതൊരു അക്കാലത്ത് ഒരു കൊലപാതകം നടക്കുന്നു പലപ്പോഴും, അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം, നമ്മൾ സ്ഫോടനമാണോ ബോംബ് എയറാണോ എന്നുള്ള കാര്യത്തിലായിരിക്കും ആദ്യത്തെ കൺഫ്യൂഷൻ. നവാസ് അറിയാതെ അപ്പോൾ അന്ന് ഇന്നത്തെ മാതിരി വാട്സപ്പ് ഒന്നും ഇല്ല, സൗകര്യമില്ല. നമ്മൾ ഈ സ്ഥലത്ത് പോയി ഫോട്ടോ ശേഖരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. അപ്പോൾ പലപ്പോഴും രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെ നമ്മൾ വണ്ടിയെടുത്ത് പോകണം. പലപ്പോഴും 1-2 ഘട്ടങ്ങളിലൊക്കെ വളരെ വാളും ബോംബുമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ല, എന്തോ ഭാഗ്യത്തിന് നമ്മൾ പത്രക്കാരാണെന്ന് പറയുമ്പോൾ അവരങ്ങനെ അങ്ങോട്ട് ഉപദ്രവിക്കാറില്ല. അത് അവർ നമ്മൾ സൂക്ഷിച്ചു പോകണം, അവിടെ മറ്റവരുണ്ട്, അവർ നമുക്കൊരു ഉപദേശം, ഇവിടെ നിൽക്കണ്ട, അധികം നിൽക്കണ്ട, വേഗം പോയിക്കോ, അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. പക്ഷെ അതൊരു രസമുള്ള ഇതായിരുന്നു. ഈ സംഘർഷം രസം എന്നുള്ളതല്ല, പക്ഷെ നമുക്കത് റിപ്പോർട്ടർ ഒരു ത്രില്ലിംഗ് ആയിരുന്നു. എക്സ്പീരിയൻസ്. എന്താണ് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു എന്തെങ്കിലും ഇൻസിഡൻസ്? പലപ്പോഴും ഒരു പ്രതിസന്ധിയിലായി പോയി, സങ്കടത്തിലായി പോയി എന്നൊക്കെ തോന്നുന്നു. ഒന്ന് ഒരു സംഘർഷം കൂത്തുപറമ്പ് വെടിവെപ്പാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് എന്ന് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ മധുരാജ്, അന്ന് MV രാഘവൻ മന്ത്രിയാണ്, അദ്ദേഹത്തെ തടയും എന്നുള്ളത് നമുക്ക് ബോധ്യമാണ്, നമുക്ക് കൃത്യമായി. പക്ഷേ ഇങ്ങനെ ഇതൊരു വലിയൊരു വെടിവെപ്പിലേക്ക് നീങ്ങുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. അദ്ദേഹം വരുമ്പോൾ തടയും എന്നുള്ളതാണ്. എല്ലായിടത്തും തടയുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂത്തുപറമ്പിൽ റിപ്പോർട്ടറെ ഏൽപ്പിച്ച് ഫോട്ടോഗ്രാഫറെ കോഴിക്കോട് നിന്ന് കണ്ണൂരിൽ നിന്ന് അയച്ചു, മധുരാജിനെ അയച്ചു. അവിടെ അപ്പോഴേക്ക് ഇവരൊരു STD ബൂത്തിന്റെ മേലെ ഇരുന്നിട്ടാണ് അതല്ല, അപ്പോഴേക്ക് വെടിവെപ്പിന്റെ ഒച്ചയൊക്കെ കേട്ടപ്പോൾ താഴെ നിന്ന് പോലീസുകാർ ഇവരിറങ്ങി വരുന്നതിന് തടയാൻ വേണ്ടിയിട്ട് ഈ STD ബൂത്ത് പൂട്ടിക്കളഞ്ഞു. അപ്പോൾ ഈ ഉള്ളിലുള്ള എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും അവിടെയാണ്, അവർക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വിവരം അവർ STD ബൂത്തിൽ നിന്ന് എങ്ങനെയോ നമ്മളെ വിവരം അറിയിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു ടാക്സി എടുത്ത് പോവാണ്. പെട്ടെന്ന് എൻ്റെ കാറിൽ 2-3 പേര് മറ്റു പത്രക്കാരുണ്ട്. ഏതാണ്ട് നമ്മൾ മമ്പറം കഴിയുമ്പോഴേക്ക് തന്നെ വാഹനങ്ങൾ കത്തിക്കുന്നു, ഫയർ എഞ്ചിൻ വരെ കത്തിക്കുന്ന ഒരു രംഗമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഭാഗ്യത്തിന് അന്ന് എൻ്റെ മുമ്പിലുള്ള കാറിൽ ദേശാഭിമാനിയുടെ അന്നത്തെ ന്യൂസ് ഇട്ടിരുന്ന അപ്പുക്കുട്ടൻ പള്ളിക്കുന്നും സംഘമുണ്ട്. അവർ ഈ സ്ഥലത്തേക്ക് പോവാണ്. അവർ പറഞ്ഞവർ നമ്മുടെ കൂടെ വന്നുണ്ട്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് അപ്പുക്കുട്ടൻ പള്ളിക്കുന്നിന് അന്ന് അറിയാത്ത ഒരു സഖാവ് ഉണ്ടാവില്ല. അപ്പൊ ദേശാഭിമാനിയുടെ കാർ മുന്നോട്ട് പോകുന്നു, ഞങ്ങളുടെ കാറും അതിന്റെ പിന്നാലെ പോകുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേ റോഡിലൊക്കെ ഇങ്ങനെ മൃതദേഹങ്ങൾ കിടക്കുകയാണ്. ഞങ്ങൾ പോയിട്ടാണ് ഈ STD ബൂത്ത് തുറന്ന് ഫോട്ടോഗ്രാഫേഴ്സിനെ മുഴുവൻ എടുക്കുന്നത്. അന്ന് SP K പത്മകുമാറാണ്. പത്മകുമാറിന്റെ കൂടെയാണ് ഞങ്ങളൊക്കെ അന്ന് കൂത്തുപറമ്പ് ഹോസ്പിറ്റലും തലശ്ശേരി ഹക്കീം ബത്തേരിയും ADM വന്ന് TT ആന്റണി, വെടിവെക്കാൻ TT ആന്റണിയാണ്. അപ്പോൾ വെടിവെച്ചത് ഹക്കീം ബത്തേരി. അതെ. അപ്പോൾ അതൊരു വലിയൊരു ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കെല്ലാം ബന്ധായി. അപ്പോൾ MV രാഘവന്റെ റിയാക്ഷൻ അറിയണം എന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ MV രാഘവനായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്, പരിചയമുണ്ട്. അന്ന് മൊബൈൽ ഫോണൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം ഉണ്ട് എന്നുണ്ട്. അപ്പോൾ ഗസ്റ്റ് ഹൗസ് ഭയങ്കര സെക്യൂരിറ്റിയിലാണ്, വലിയ പോലീസ് സംഘം ചുറ്റുമുണ്ട്. ഞാൻ ഗസ്റ്റ് ഹൗസിന്റെ പുറത്ത് സ്കൂട്ടർ നിർത്തി ഞാൻ നടന്നു പോയി. സ്കൂട്ടറാണ്. എന്ത് സ്കൂട്ടറായിരുന്നു അന്ന്? ചേതക്ക്. ഇങ്ങനെ സ്കൂട്ടർ എടുത്ത് അപ്പോൾ ഇദ്ദേഹം ഒരു 1-ാം നമ്പർ ഗസ്റ്റ് ഹൗസിൽ 1-ാം നമ്പർ മുറിയിൽ ഒറ്റയ്ക്ക്, വേറെ ആരുമില്ല. കാരണം അന്ന് ടൗണൊക്കെ ആകെ വിജനമായി എല്ലാം ഇതാണ്. ഞാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം ഒരു ബനിയനും ഒരു കള്ളി മുണ്ടോട്ട് വെടിവെപ്പിന് ശേഷം ഇദ്ദേഹം ഇങ്ങനെ തകർന്ന് ഇങ്ങനെ ഇരിക്കുന്ന മട്ടിലാണ് നിൽക്കുന്നത്. അടി നല്ലോണം കിട്ടിയിട്ടുണ്ടല്ലോ. അല്ല, അന്ന് കിട്ടിയില്ല. അല്ല, കൂത്തുപറമ്പിന്ന് അടി ശരീരത്തിന് അടി അതുണ്ട്, അല്ലാതെ മറ്റ് ഉണ്ടായില്ല. അത് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കൊന്ന് കോൺഗ്രസിന്റെ നാരായണൻകുട്ടി അവിടെ ഉണ്ടെന്ന് സംശയം. എം നാരായണൻകുട്ടി ഉണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് അത് കൃത്യമായിട്ട് അറിയില്ല. വേറെ ആരുമില്ല ഗസ്റ്റ് ഹൗസിൽ. പാർട്ടിക്കാർ പോലും 1-2 പേര് മാത്രം പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ പെട്ടെന്നൊരു ഫോൺ വരുന്നു. അദ്ദേഹം ഫോൺ എടുത്തിട്ട്, ഓ അതും പോയോ? ഇദ്ദേഹത്തിന്റെ പാപ്പിനിശ്ശേരിയിലെ തറവാട്ട് വീട്ടിന് തീ വെച്ച വാർത്ത ആരോ വിളിച്ചു പറഞ്ഞു. ഞാനന്നേരം വിവരം നിങ്ങളുടെ മുന്നിൽ നിന്നാണ് അദ്ദേഹം കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം എല്ലാം തകർന്നവനെ പോലെ സോഫയിൽ ഇങ്ങനെ കിടക്കുകയാണ്. സ്നേക്ക് പാർക്ക് പോയി, എല്ലാം പോയി. ഇതിന്റെ തൊട്ട് പിന്നാലാണ് സ്നേക്ക് പാർക്കിന്റെ വരുന്നത്. അതൊരു സംഘർഷം. ഓരോ ദിവസവും ഏത് രീതിയിലേക്ക് വേണം, എങ്ങനെയാണ് പോകുന്നത് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്.
ഒരു ദിവസം തന്നെ 4-5 പേരൊക്കെ മരിച്ച 8 പേരൊക്കെ മരിച്ച ദിവസങ്ങളുണ്ട്. ആ ദിവസം നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കാറിൽ പോയപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് ഒരു സംഘം നിൽക്കുകയാണ്. അവർ ഇതിൻ്റെ ഒരു 1 കിലോമീറ്റർ അപ്പുറം മറുഭാഗം ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇതേപോലെ. അപ്പോൾ നമ്മൾ ഇവരെ കടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ, നമുക്ക് ഇങ്ങോട്ട് കണ്ണൂർ എത്തണമല്ലോ തിരിച്ച്. പക്ഷെ എന്തോ നമ്മുടെ ഒരു ഭാഗ്യത്തിന് അവരും നമ്മളോടത്ത് ഒന്നും, നമ്മൾ ഇവരെ കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ ഞാൻ കാറിന്ന് പുറത്തിറങ്ങി നിന്നു. അല്ലെങ്കിൽ നമ്മൾ അക്രമിയല്ല എന്ന് മറ്റുള്ളവർ ബോധ്യപ്പെടണല്ലോ. ഇത് തന്നെയായിരുന്നു അപ്പുറത്തും സംഭവിച്ചത്. ഈ കണ്ണൂർ പ്രസ് ക്ലബ്ബിലെ ദീർഘകാല പ്രസിഡന്റ് ആയിരുന്നു. എത്ര ടൈം ഉണ്ടായിരുന്നു നിങ്ങൾ? ഞാൻ ആദ്യമായി പ്രസിഡന്റ് ആവുന്നത് എനിക്ക് 90 പിന്നീട് പല വർഷങ്ങളിലായിട്ട് ഏതാണ്ട് 5 ടേം ഏതാണ്ട് 12 വർഷത്തോളം. ആദ്യത്തെ ടേമൊക്കെ ഓരോ വർഷമായിരുന്നു. പിന്നീട് നമ്മുടെ പത്രപ്രവർത്തക യൂണിയന്റെ ഭരണഘടന മാറ്റിയിട്ട് ഒരു ടേം എന്ന് പറയുന്നത് 2 വർഷമായി. എപ്പോഴാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക്? സംസ്ഥാന പ്രസിഡന്റ് 2009-ലാണ്. എന്താണ് അതിന്റെ ഒരു അനുഭവം? കാരണം ഈ പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള ഒരു ടീമാണെന്നാണ് കേട്ടത്. അല്ല, അത് പത്രപ്രവർത്തക യൂണിയന്റെ ഒരു സ്വഭാവം അതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങനെയല്ല, പല സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന പല സ്ഥാപനങ്ങൾക്ക് രാഷ്ട്രീയ പല സ്വഭാവമുള്ളവർ. ഇപ്പൊ ദേശാഭിമാനിയുടെ പ്രവർത്തകരും ചന്ദ്രികയുടെ പ്രവർത്തകരും ജന്മഭൂമിയുടെ പ്രവർത്തകരും ഒരേപോലെ സംഘടനയിലുണ്ട്. ഇങ്ങനെ അംഗങ്ങളായിട്ടുള്ള വേറെ സംഘടന ഉണ്ടാവും. അപ്പൊ പ്രസ് ക്ലബ്ബുകളിൽ വാശി, ഇലക്ഷനിലെ വാശികൾ ഉണ്ടാവും, സംസ്ഥാന തലത്തിൽ വാശി ഉണ്ടാവും. ഞാൻ അതിന്റെ തൊട്ട് മുമ്പുള്ള പല 2-3 ഇലക്ഷൻ സമയത്ത് ഞാനായിരുന്നു സ്റ്റേറ്റ് റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ നമ്മളൊരു ന്യായമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളൊരു തോന്നലുണ്ടാവാം. ഒരു ഘട്ടത്തിൽ കാസർഗോഡ് നടന്ന ഒരു എക്സിക്യൂട്ടീവിൽ അടുത്ത പ്രസിഡന്റായിട്ട് എൻ്റെ പേര് വേണം എന്നുള്ളൊരു, അപ്പം ഞാൻ പറഞ്ഞു മത്സരത്തിന് എനിക്ക് വയ്യ, താല്പര്യമില്ല, അങ്ങനെ പറഞ്ഞു. അപ്പം മിക്കവാറും നമ്മൾ അതിന് മുമ്പേയുള്ള ഒരു രീതി വെച്ച് എല്ലാ പത്രങ്ങളുടെയും പ്രതിനിധികളോട് വരാൻ പറയും. അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് പ്രസിഡന്റ് വേണം, ചിലർക്ക് സെക്രട്ടറി വേണം, ചിലർക്ക് ട്രഷറർ വേണം, അല്ലെങ്കിൽ ചിലർക്ക് ഇത്ര സീറ്റ് വേണം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചിയിലെ ചർച്ചകൾ നടന്ന്, അപ്പോൾ എൻ്റെ പേര് ഞങ്ങളുടെ സ്ഥാപനം ഉന്നയിച്ചു. പിന്നെ പലരും പിന്താങ്ങി. 1-2 പേര് പിന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു മത്സരത്തിന് താല്പര്യമില്ല, ഞാൻ പിന്മാറുകയാണെന്ന് പറഞ്ഞപ്പോൾ രാത്രി ആകുമ്പോഴേക്ക് അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി വാശിയേറിയ മത്സരമായിരുന്നു. നിങ്ങളുടെ പോസ്റ്റിലേക്ക് ആരുണ്ടായിരുന്നു, ആരും നോമിനേഷൻ കൊടുത്തു. അതുകൊണ്ട് ഞാൻ ഏകാണ്ടമായി തന്നെ. എത്ര വർഷമായിരുന്നു ആ കാലം? 2 വർഷം, 2-2.5 വർഷം വരെയൊക്കെ പോകുന്നത്. ആ കാലത്താണോ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനം? അല്ല, അതിന്റെ തൊട്ട് മുമ്പാണ്. അത് ഞാൻ ഇവിടെ പ്രസ് ക്ലബ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ്. കണ്ണൂർ പ്രസ് ക്ലബിന്റെ ഞാനൊരു 10 വർഷത്തിന് ശേഷം വീണ്ടും പ്രസിഡന്റായി. അതൊരു ആ സമയത്താണ് ഇപ്പോൾ കാണുന്ന ഈ നവീകരണം മുഴുവൻ. ബിൽഡിങ്ങുകളും മുകളിലത്തെ ഹാള്, ലൈബ്രറി കെ സുധാകരന്റെ അദ്ദേഹത്തിന്റെ MB ഫണ്ടാണ്. ഒരു ഡിജിറ്റൽ ലൈബ്രറി M പ്രകാശ് മാഷ് അഴീക്കോട് MLA പിന്നെ തന്ന 1 ലക്ഷം കൊണ്ടാണ് ആ ഡിജിറ്റൽ ലൈബ്രറി. വലിയ പൈസയാണ്. കെ സുധാകരന്റെ 3 ലക്ഷമാണ് ആ ലൈബ്രറി. പിന്നെ നമ്മൾ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുണ്ടാക്കി. പിന്നെ സംസ്ഥാന സമ്മേളനം, അന്ന് അതൊരു വലിയ കൗതുകമുള്ള സംസ്ഥാന സമ്മേളനം നടത്തണമെന്ന് സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കുന്നു. ആർക്കും ഏറ്റെടുക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ എന്നാൽ പിന്നെ കണ്ണൂർക്കാർ അന്ന് പക്ഷേ ഇവിടെ ഭയങ്കര ഒരു ടീമായിരുന്നു. എല്ലാ പത്രങ്ങളിലെയും ബ്യൂറോ ചീഫുമാരും എല്ലാം കൂടി ഭംഗിയായതാണ്. ഓരോരുത്തർക്ക് ഓരോ ചുമതല കൊടുത്തു. ഞാൻ ജനറൽ കൺവീനർ, പ്രസിഡന്റ് എന്നല്ല, ഞാൻ ജനറൽ കൺവീനറായിരുന്നു. അന്നത്തെ ഇതിൻ്റെ സംഘാടക സമിതി ചെയർമാൻ അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന KC വേണുഗോപാലും വർക്കിംഗ് ചെയർമാൻ EP ജയരാജൻ ഒരുമിച്ച് കൊണ്ടുവന്നു. എല്ലാ MPമാരും MLAമാരും എല്ലാവരും സഹകരിച്ചു. 10-12 ലക്ഷത്തോളം നമുക്ക് മിച്ചം. ആ കാശാണ് പ്രസ് ക്ലബിന്റെ നവീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഇനി നമുക്ക് PP ശശീന്ദ്രന്റെ അറബ് രാജ്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന അനുഭവങ്ങളിലേക്ക്. നമ്മൾ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലാണ് ദീർഘകാലം അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ അറബ് രാജ്യങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകനാണ്. രണ്ടും 2 തരമാണ്, 2 തലമാണ്, 2 സ്വഭാവമാണ്. ജനാധിപത്യ രാജ്യത്തിൽ നിന്നാണ് അദ്ദേഹം രാജഭരണ ലോകത്തേക്ക് പോകുന്നത്. അതേക്കുറിച്ചൊന്ന് ചോദിക്കാം. എങ്ങനെയാണ് PP ശശീന്ദ്രൻ ഈ അറബ് രാജ്യങ്ങളിലേക്കുള്ള താങ്കളുടെ യാത്ര? അതിനൊരു വഴി ഒഴുങ്ങിയത് എങ്ങനെയാണ്? ഞാൻ കണ്ണൂരിൽ ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അത് മാതൃഭൂമിയുടെ 90ാം പിറന്നാൾ നവതി ആഘോഷത്തിൻ്റെ സമയത്ത് ആദ്യത്തെ ഒരു അന്തർദേശീയ എഡിഷൻ ആരംഭിക്കണം എന്നൊരു ആലോചന വന്നു. പെട്ടെന്നാണ് ദുബായ് കേന്ദ്രമായിട്ട് ഒരു എഡിഷൻ തുടങ്ങണം, എൻ്റെ അടുത്ത് അവിടെ പോകണം, അതിൻ്റെ ചുമതല വാർത്താ വിഭാഗത്തിൻ്റെ ചുമതല ഏറ്റെടുക്കണം എന്ന് പറയുന്നത്.
അങ്ങനെ ഒരു മാർച്ച് അവസാനമാണ് ഞാൻ ഈ 2013 മാർച്ച് അവസാനം പോകുന്നു. ഒരുപക്ഷെ ഏറ്റവും അവസാനം ആ കാലത്ത് ഏറ്റവും അവസാനം കടന്നു ചെല്ലുന്നൊരു പത്രമാണ്. മറ്റു പത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്, വളരെ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്, ചാനലുകളുണ്ട്. അപ്പോൾ പക്ഷേ അതൊരു തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഇവിടെ നമ്മുടെ രാഷ്ട്രീയം അതേപോലെയുള്ള ഇത് ജനാധിപത്യമാണ്, അവിടെ രാജഭരണം. ഈ രണ്ട് സ്വഭാവം എങ്ങനെയാണ് അവിടെ മാധ്യമ ഞാൻ അവിടെ നമ്മുടെ ഈ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പോലെ അവിടെ നാഷണൽ മീഡിയ കൗൺസിൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ഒരു ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ്. അതിൻ്റെ ഒരു തലവനെ പോയി കാണുക എന്നുള്ളത് ഒരു ആചാരമാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല സൗഹൃദമുണ്ട്, ഇവിടെ നിന്നുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ വിമർശിക്കരുത്. അതുപോലെ ഈ നമ്മുടെ വിശ്വാസം, നമ്മുടെ മതം, നമ്മുടെ മതം മാത്രമല്ല ഏത് മതത്തെയും അങ്ങനെ നമ്മൾ വിമർശിക്കുകയോ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യുന്ന ഒരു എഴുത്തും പാടില്ല. ഈ രാജ്യം ചില മൂല്യങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്, ആ മൂല്യങ്ങളെ അനുസരിച്ച് നിങ്ങളും പ്രവർത്തിക്കണം. വളരെ പോസിറ്റീവായിട്ടുള്ള എത്ര രാജ്യങ്ങളുടെ ചുമതലയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? GCC മൊത്തം, പിന്നെ നമ്മുടെ ഖത്തർ, കുവൈറ്റ്, ഒമാൻ, പ്രധാനമായും അത് സൗദി. ഇത്രയും രാജ്യങ്ങളുടെ, അറബ് രാജ്യങ്ങളുടെ മുഴുവൻ ചുമതല നിങ്ങൾക്ക്. അതെ, അവിടെയൊക്കെ നമ്മുടെ ലേഖകന്മാരുണ്ടായിരുന്നു, പക്ഷെ അത് കോർഡിനേറ്റ് ചെയ്യാം. ഏറ്റവും നല്ല ഭരണാധികാരി. രണ്ടാമത്തെ വർഷമാകുമ്പോഴേക്ക് അവിടുത്തെ ചാനലിന്റെയും അതേപോലെ ക്ലബ് FM അവിടെയുണ്ട്, അതിന്റെ റേഡിയോ, അവിടെ വാർത്തകളുണ്ട്, ഇവിടുത്തെ പോലെയല്ല, വാർത്തകളുണ്ട് വളരെ സജീവമായിട്ടുള്ള എല്ലാ കുറേ അതിന്റെയും കൂടി വാർത്താ വിഭാഗത്തിന്റെ പത്രത്തിനോടൊപ്പം തന്നെ അതിന്റെ കൂടി ചുമതല തന്നു. അപ്പോൾ അതുകൊണ്ട് കുറെ കൂടി യാത്ര ചെയ്യാനും പറ്റി. അറബ് ഭരണാധികാരി, അപ്പൊ താങ്കൾ ദുബായ് ഭരണാധികാരിയൊക്കെ ആയിട്ടുള്ള ഒത്തിരി ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒരു പെരുന്നാൾ ദിവസം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, അവിടെ ജീവിക്കുന്ന ഏതൊരു മലയാളിക്കും വലിയ ഷെയ്ഖ് മുഹമ്മദിനായിട്ട് ഒരു കൈ കൊടുക്കുക. ഷെയ്ഖ് മുഹമ്മദ് ഫുൾ പേരൊന്നും പറഞ്ഞോളൂ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അദ്ദേഹം ദുബായ് ഭരണാധികാരിയും UAE-യുടെ വൈസ് പ്രസിഡന്റ്, ദുബായ് ഭരണാധികാരി, UAE-യുടെ വൈസ് പ്രസിഡന്റ്, അങ്ങനെയാണ്. എനിക്കൊരു കൺഫ്യൂഷൻ അദ്ദേഹത്തിന്റെ മീറ്റിംഗ്, അത് ജസ്റ്റ് ഒരു പെരുന്നാളിന് അദ്ദേഹത്തിനെ ഒന്ന് കൈകൊടുത്ത് ആശംസ. അത് അദ്ദേഹത്തിന്റെ പാലസിൽ ഞാൻ പിന്നീട് പരിചയപ്പെട്ട 1-2 മലയാളി സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ മുഖേന, അപ്പോൾ ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് 2-3 പെരുന്നാൾ കടന്നുപോയി. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനി കിട്ടില്ല. പിന്നീട് ഒരു ദിവസം രാത്രി 11 മണിക്ക് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നാളെ രാവിലെ 6 മണിക്ക് ദുബായിൽ അദ്ദേഹത്തിൻ്റെ സബീൽ പാലസ് എന്ന് പറയും, അവിടെ 6 മണിക്ക് 6:30 ആകുമ്പോഴേക്ക് എത്തണം എന്ന് പറഞ്ഞു, ഫുൾ സൂട്ടിൽ അവിടെ എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകുന്നു, ഒരു 2-3, പക്ഷേ അപ്പോഴേക്ക് എൻ്റെ ക്രെഡൻഷ്യൽസൊക്കെ അവിടുന്ന് പരിശോധിച്ചിട്ടുണ്ടാവണം അവർ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 10-100 പേരുണ്ട് ഇതേപോലെ ക്ഷണിക്കപ്പെട്ട കുറേ ആൾക്കാർ. അവിടെ ദുബായ് ഭരണാധികാരി മാത്രമല്ല, കിരീടാവകാശി ഷെയ്ഖ് ഹംദാനുണ്ട്, അങ്ങനെ കുറേ രാജകുടുംബത്തിലെ കുറേ പേരുണ്ട്. അവരൊക്കെ നമുക്ക് വിഷ് ചെയ്തിട്ട് കടന്നു പോകാം. ഈ 7 എമിറേറ്റ്സിലും ദുബായ് ഭരണാധികാരിയായിട്ട് മാത്രമാണ് അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഷാർജ, പിന്നെ നടന്നത് UAE-യുടെ ടോട്ടൽ എന്താ പറയുക, സായുധ സേനയുടെ മേധാവിയുണ്ട്, അത് അബുദാബി, ഇപ്പോഴത്തെ UAE-യുടെ പ്രസിഡന്റ്. അന്ന് അദ്ദേഹം അബുദാബിയുടെ ആളായിരുന്നു. അദ്ദേഹം ഇന്ത്യ സന്ദർശനം ഉണ്ടായിരുന്നു, ഒരു റിപ്പബ്ലിക് ഡേക്ക് ഇന്ത്യയുടെ ഗസ്റ്റായിരുന്നു അദ്ദേഹം. അപ്പോൾ അന്ന് 2 മലയാളി പത്രപ്രവർത്തകരെയാണ് അവർ UAE ഔദ്യോഗികമായി മാധ്യമ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. അതിലൊന്ന് എനിക്കൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അന്ന് അദ്ദേഹം വേറെ പോയി, പക്ഷേ ഈ മാധ്യമ സംഘത്തിനോടൊപ്പം നമുക്കും യാത്ര ചെയ്യാൻ പറ്റും. ഡൽഹിയിൽ എല്ലാ ചർച്ചകളിലും അതേപോലെ ഇദ്ദേഹത്തിന് റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ എല്ലാം നിങ്ങൾക്ക് അദ്ദേഹത്തെ അനുഗമിക്കാൻ പറ്റും. അദ്ദേഹം വേറെ വഴിക്ക് പോകും, പക്ഷേ ഈ മാധ്യമ സംഘത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അതിഥികളെ പോലെയാണ് നമ്മൾ വന്നത്. അതൊരു വലിയ അനുഭവമാണ്. ഈ നമ്മുടെ രാജ്യത്തെ ഈ പ്രവാസ ലോകമാണ് കേരളത്തിന്റെ അടിത്തറ എന്ന് നമുക്കറിയാം. തീർച്ചയായും MA യൂസഫ് അലിയും രവി പിള്ളയും ഉൾപ്പെടെയുള്ള പ്രഗത്ഭരെല്ലാം അറബ് രാജ്യങ്ങളിൽ നിന്ന് വളർന്നു വന്നവരാണ്. ഡോക്ടർ മുഹമ്മദ് അല്ല, ഇത് ആസാദ് മൂപ്പൻ ഉൾപ്പെടെ, ഗൾഫാർ മുഹമ്മദ് അലി ഉൾപ്പെടെ ഒത്തിരി പ്രഗത്ഭരായ മനുഷ്യരുണ്ട്. അവരൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം. MA യൂസഫ് അലിയുടെ സ്വകാര്യ ജെറ്റിൽ താങ്കൾ നടത്തിയ വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെയാണ് അവസരം? അത് അന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ബഹ്റിൻ രാജാവുമായി അവിടെ ഒരു പര്യടനം ഉണ്ടായിരുന്നു. അപ്പോൾ ബഹ്റിനിൽ ഒരു രാജാവുമായിട്ടുള്ള ഒരു വിരുന്നിന് ശേഷം അദ്ദേഹത്തിന് പൊതുസമ്മേളനം, അതൊക്കെ കഴിഞ്ഞ്
ഞാൻ വൈകിട്ട് 8 മണിയുടെ വിമാനത്തിൽ ബഹ്റിനിൽ നിന്ന് ദുബായിലേക്ക് വരാൻ ഇരിക്കുമ്പോഴാണ് യൂസഫ് അലി സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞു, അദ്ദേഹം പിന്നെ യൂസഫ് ഭായി ജെറ്റിൽ പോകുന്നുണ്ട്, സ്വന്തം വിമാനത്തിൽ പോകുന്നുണ്ട്, നിങ്ങളും അതിലേക്ക് വരണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ക്ഷണിച്ചു. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു വിമാനത്തിൽ ടിക്കറ്റൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കൗതുകമുള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 18 പേർക്ക് സഞ്ചരിക്കാവുന്ന വിമാനത്തിൽ ഞങ്ങൾ 4-5 പേര് മാത്രം. എന്തായിരുന്നു ആ വിമാനത്തിന്റെ സൗകര്യങ്ങളൊക്കെ, ആ ഒരു അനുഭവം? ഭയങ്കരമായ ഒരു 18 പേർക്ക് എത്ര കോടിയാണ് അതിന്റെ? 100 കോടിയോ 200 കോടിയോ? ഓർമ്മയില്ല. ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു. പിന്നെ ഒരു എയർ ഹോസ്റ്റസ്, 2 പൈലറ്റുമാർ, പിന്നെ അദ്ദേഹം യാത്ര ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ ബഹ്റിനിലെ ലുലുവിൻ്റെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയ, അവരുടെ വീടുകളിൽ തയ്യാറാക്കിയ ഭക്ഷണം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ സ്വന്തം വിമാനത്തിൽ വെച്ചാൽ പ്രത്യേക റൺവേ, അവർക്ക് കയറാനും ഇറങ്ങാനും. നമ്മൾ സാധാരണ വിമാനം പുറപ്പെടുന്ന സ്ഥലത്തല്ല, അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു റൺവേ ഉണ്ട്, പ്രത്യേകമായി ഇമിഗ്രേഷൻ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു, നമ്മുടെ ബാഗ് അവിടെ ഏൽപ്പിക്കുന്നു, അവിടെ തന്നെ പാസ്പോർട്ട് സീൽ ചെയ്തിരുന്നു, നമ്മൾ നേരെ വിമാനത്തിൽ കയറുന്നു. ഇറങ്ങുന്നതും ദുബായിൽ ഇറങ്ങുമ്പോഴും ഇതേപോലെ തന്നെ പെട്ടെന്ന് സാധാരണ ആളുകൾ വരുന്ന കൂട്ടത്തിൽ നമ്മൾ വിമാനത്തിൽ കയറാൻ 2 മിനിറ്റ്, ഇറങ്ങാൻ 2 മിനിറ്റ്, നമ്മൾ കാറിൽ കയറി. നമുക്ക് എന്താണ് യൂസഫ് അലി ആയിട്ടുള്ള സൗഹൃദം എങ്ങനെയുണ്ട്? പിന്നെ അദ്ദേഹം ഏതാണ്ട് ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നല്ലോ. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, തമാശകൾ പറഞ്ഞു. അദ്ദേഹം ഭയങ്കര എന്താണ് യൂസഫ് അലിയെ താങ്കൾ വിലയിരുത്തുന്നത് ഒരു ക്യാരക്ടർ എന്നാണ്? അദ്ദേഹം ഇത്രയും ചിട്ടയുള്ള ഒരാൾ, ജീവിതത്തിൽ ഇത്രയും ചിട്ടയുള്ള ഒരാൾ. അദ്ദേഹം എല്ലാ പത്രങ്ങളും വായിക്കും, രാവിലെയും രാത്രിയും വായിക്കും, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പിന്നെ നല്ല ബോധം. അദ്ദേഹത്തിന് അതിന് പറ്റിയ അദ്ദേഹത്തിൻ്റെ ഓഫീസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹത്തെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിന് വലിയൊരു ഓഫീസുണ്ട്. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സക്സസ്. നിങ്ങൾ തമ്മിലുള്ള ഈ 1 മണിക്കൂർ കൂടുതലും പിന്നെ ഞങ്ങൾ ഈ തമാശകളായിരുന്നു. അദ്ദേഹം ആസ്വദിക്കുന്ന തമാശകൾ ഏതാണ് ഏറ്റവും? നിങ്ങൾ ഇരിക്കുമ്പോൾ അദ്ദേഹം വായനയെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ച്. അന്ന് അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നത് എം.പി. വീരേന്ദ്രകുമാറിന്റെ ഹൈമവത ഭൂവിൽ എന്നൊരു ബുക്കാണ്. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നതിൻ്റെ അടുത്ത് ടേബിളിൽ കുറേ ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് നിങ്ങൾ വരുന്നതുകൊണ്ട് എടുത്ത് മുമ്പിൽ വെച്ചതല്ല. അങ്ങനെ തന്നെ. പിന്നെ അത് ഭക്ഷണം നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. അങ്ങനെ ജ്യേഷ്ഠ സഹോദരന്റെ ചുമലിൽ കൈവച്ച് കുറെ ഫോട്ടോ നിൽക്കുന്നു. കാരണം 1 മണിക്കൂർ വേറെ ആരും ശല്യപ്പെടുത്താനില്ല, ഒരു ഫോൺ കോൾ പോലും ഇല്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്ര ഫ്രീ ആയിട്ട് കിട്ടില്ല. അതെ അതെ. ഈ ആസാദ് മൂപ്പനും അതുപോലെ രവി പിള്ളയൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള രവി പിള്ളയും ഇതേപോലെയാണ്. രവി പിള്ള വളരെ സൗമ്യനായ ഒരു മനുഷ്യനാണ്. അങ്ങനെ യാതൊരു ധനാഢ്യന്റെ യാതൊരു ജാടയും ഇല്ലാത്ത ആസാദ് മൂപ്പനും നമുക്ക് ഏത് അർദ്ധരാത്രിയും അദ്ദേഹത്തിനെ വിളിക്കാം. അങ്ങനെ ഇവരൊക്കെ ജനങ്ങളുടെ ഭയങ്കരമായ പ്രവാസ ലോകത്ത്. 8 വർഷം. ഈ 8 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും അവിടുത്തെ അധികൃതർ നിങ്ങളൊന്ന് വാൺ ചെയ്യേണ്ടി വന്നിട്ട്? ഒരിക്കലും വാൺ ചെയ്തിട്ടില്ല. എങ്ങനെയാണ് വാർത്തകളുടെ ഒരു സ്വഭാവം? എങ്ങനെയാണ് അവിടെ നമ്മൾ നേരത്തെ നമുക്കറിയാലോ ലേഖകന്മാർക്ക് എഴുതാം, അവിടെ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായിട്ടോ പിന്നെ അവർ ഉൾപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു മോശം റിപ്പോർട്ട് എന്തെങ്കിലും വന്നാൽ അപ്പം അവരുടെ മീഡിയ ഓഫീസ് നമുക്ക് ഫോൺ വരും. മീഡിയ ഓഫീസിൻ്റെ മലയാളികളുണ്ട്, അവർ തന്നെ പറയും ഇതൊന്നും പെട്ടെന്ന് ഇതാക്കണം. അത് പത്രത്തിൽ മാത്രമല്ല, ചാനലിലോ ഓൺലൈനിലോ എവിടെയെങ്കിലും ഒന്ന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ UAE പൗരന്മാരെ കുറിച്ച് ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ വിളിച്ചു പറയും ഇത് ശരിയല്ല, നമ്മൾക്ക് നമ്മുടെ രീതി ഇതല്ല എന്ന് പറയും. അത് അവരെ അനാവശ്യം പറയാനോ വിമർശിക്കാനോ തെറ്റായി ചൂണ്ടിക്കാണിക്കാനോ നമുക്ക് അവകാശമില്ല. നമ്മളിപ്പം കേരളത്തിൽ അവിടെ 8 വർഷമാണെങ്കിൽ ബാക്കി 32 വർഷവും കേരളത്തിലാണ്. ഈ 2 സ്ഥലത്തെ മാധ്യമ പ്രവർത്തനത്തെ താങ്കളൊന്ന് പരിശോധിക്കുമ്പോൾ എന്താണ്? അല്ല, രണ്ട് രീതിയാണ്. ഇവിടെ ജനാധിപത്യമാണ്. നമുക്ക് ആരും മോദിയെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ആരെ വേണമെങ്കിൽ നമുക്ക് വിമർശിക്കാം. ഒരു പ്രശ്നം അവിടെ അത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല. അത് ആരും മെനക്കെടുകയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു വലിയ അച്ചടക്കമുണ്ട് അവിടുത്തെ എല്ലാ ഓഫീസുകളായാലും ശരി, എല്ലാത്തിലും. റോഡിൽ ഒരാൾ പിന്നെ അനാവശ്യമായി ഹോൺ അടിക്കില്ല, ഒരാൾ സിഗ്നലോ ഇതൊന്നും ഇല്ലാതെ ട്രാക്ക് മാറിപ്പോവില്ല. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ മലയാളികൾ ഇത്ര കൃത്യമായിട്ട് അവിടെ ഡ്രൈവ് ചെയ്യുന്ന മലയാളിക്ക് ഇവിടെ വരുമ്പോൾ ആകെ അത്ഭുതമാണ്, അല്ലെങ്കിൽ നട്ടം തിരിഞ്ഞു പോകും ശരിക്കും. താങ്കളുടെ ഈ MP വീരേന്ദ്രകുമാർ എന്ന മനുഷ്യൻ മാതൃഭൂമിയുടെ തലപ്പത്തുണ്ടായിരുന്ന ആളാണല്ലോ. അദ്ദേഹമായിട്ടുള്ള ഒരു ഓർമ്മ സൗഹൃദമൊക്കെ എങ്ങനെയാണ്? അദ്ദേഹമാണ് എന്നെ ശരിക്കും ദുബായിലേക്ക് അയക്കാൻ മുൻകൈയെടുത്ത ഒരാൾ.
ഈ എന്നെ തീരുമാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 4 മാസം മുമ്പ് ദുബായിൽ അദ്ദേഹത്തിനൊരു പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്തും കൂടെ പോകാൻ അദ്ദേഹത്തിൻ്റെ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എഡിറ്റർ ഓഫീസിൽ നിന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പോയത് ഈ ദുബായ് ഓഫീസ് എന്നുള്ള സ്ഥലം കണ്ടെത്താൻ കൂടിയായിരുന്നു ഞാൻ പിന്നീട് അറിയുന്നത്. ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി. പിന്നെ അദ്ദേഹം ഭയങ്കരമായ ഒരു 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 മകനോടുള്ള പോലെ നല്ല സ്നേഹം കാണിച്ചു. എനിക്ക് എൻ്റെ ഒരു അവിടുത്തെ ഗൾഫ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഉണ്ടായിരുന്നു. കോവിഡ് ആദ്യമായിട്ട് ചൈനയിലാണെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റ് വന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ച് ദുബായിലാണ്. അവിടെ തന്നെ ആദ്യത്തെ മാസം തന്നെ ഏതാണ്ട് 3 ആഴ്ച ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. കോവിഡ് ബാധിച്ചിട്ട്. അന്ന് ഇവിടെ ആസ്റ്റർ മിംസിൻ്റെ അവരുടെ ഹോസ്പിറ്റലായിരുന്നു ഞാൻ 3 ആഴ്ച കിടന്നത്. ന്യൂമോണിയ ആയിപ്പോയി, കുറച്ച് കഷ്ടപ്പെട്ടു ആദ്യത്തെ ഒരു 10 ദിവസം. പക്ഷേ അന്ന് എല്ലാ 2-3 ദിവസം കൊണ്ട് ഇദ്ദേഹം വിളിക്കും. ഇദ്ദേഹം മാത്രമല്ല, ഞങ്ങളുടെ മാനേജിംഗ് എഡിറ്ററായിരുന്ന PV ചന്ദ്രൻ, ഇപ്പോഴത്തെ MD ശ്രേയംസ് കുമാർ, എല്ലാവരും 2-3 ദിവസം കൂടുമ്പോൾ വിളിച്ച് ചോദിക്കും. ഡോക്ടർ ആസാദ് മൂപ്പൻ മിക്കവാറും ദിവസങ്ങളിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് അപ്പോഴും അന്നത്തെ മെഡിക്കൽ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് എനിക്ക് 3 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഫിസിക്കലി ഫിറ്റാണ്, പക്ഷേ എനിക്ക് നെഗറ്റീവ് കിട്ടുന്നില്ല. 3 കണ്ടിന്യൂസ് നെഗറ്റീവ് കിട്ടിയാൽ മാത്രമേ അന്ന് ഞാൻ രോഗമുക്തനാവുന്നുള്ളൂ. അപ്പോൾ ഈ 3 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ 2 ആഴ്ച ഞാൻ വേറൊരു ഹോട്ടലിൽ തന്നെ താമസിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് പിന്നെ ഒരു മാസം, ഏതാണ്ട് എൻ്റെ ജീവിതത്തിലൊരു 3 മാസം ജനങ്ങളുമായി ബന്ധമില്ലാതെ കടന്നുപോയതും എനിക്ക് ഗൾഫിൻ്റെ ഒരു അനുഭവമാണ്. ഈ 40 വർഷമൊക്കെ ഒരാൾ പത്രപ്രവർത്തന ലോകത്ത് ഇങ്ങനെ സക്രിയമായി നിൽക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പ്രചോദനം എന്താണ്? ആ കരുത്ത് എവിടെ നിന്ന് കിട്ടി? എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? അല്ല, അത് രഹസ്യമൊന്നുമില്ല. അതിൽ നമ്മൾ ഈ ജോലിയിൽ നമ്മൾ വിവിധ തരം ആൾക്കാരെ പരിചയപ്പെടുന്നു, കുറേ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു, വിവിധ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, വലിയ യാത്രകൾ. എനിക്ക് ഒരുപാട് രാജ്യങ്ങളാണ്. ഞാൻ 2006 ലോകകപ്പ് ഫുട്ബോൾ മാതൃഭൂമിക്ക് വേണ്ടി ജർമ്മനിയിലെ ഒരു ഏതാണ്ട് എല്ലാ നഗരങ്ങളിലെയും കളികൾ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഏഷ്യാനെറ്റിന് ഫോണിൻ വിവരങ്ങളും ഞാനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ 2002 അതും കൂടി പറയാൻ എനിക്ക് തോന്നുന്നു. 2002 ജർമ്മനിയിൽ ആദ്യം ഞാൻ പോകുന്നത്. അന്ന് ഹെർമൻ ഹെസ്സെ ഫെസ്റ്റിവൽ, ഹെർമൻ ഗുണ്ടട്ട് ഫൗണ്ടേഷൻ ഒരു ക്ഷണം അനുസരിച്ച് ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് കുറേ പേര് പോയിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ജി കാർത്തികേയൻ ഉൾപ്പെടെ, അന്ന് അദ്ദേഹമായിരുന്നു സാംസ്കാരിക മന്ത്രി. അങ്ങനെ വലിയൊരു സംഘം പോയിരുന്നു. MB ദേവമാഷ്, KK ഞാനുണ്ടായിരുന്നു. ഞങ്ങൾ 4 പത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്നുള്ളൊരു ആ രാജ്യത്തെ ഇഷ്ടപ്പെട്ട ഒരു ആദ്യത്തെ സന്ദർശനമാണ്. പിന്നെ 2006 പോകുന്നു. പിന്നെയും ഞാൻ 2 തവണ ജർമ്മനിയിൽ പോയി. ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്. ഏറ്റവും 4 തവണ പോയി. പിന്നെ ഗൾഫ് രാജ്യങ്ങൾ മിക്കവാറും. പിന്നെ ഞാൻ പ്രധാനമായിട്ട് ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, അങ്ങനെയുള്ള, പിന്നെ അവിടെ ദുബായിൽ ഇരുന്നുകൊണ്ടാണ് ബ്രൂണൈ, വിയറ്റ്നാം, തായ്ലൻഡ്, ചൈന, കുറേ അങ്ങനെ 10-14 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഔദ്യോഗികമായി തന്നെ സന്ദർശിക്കാൻ പറ്റി. അതൊരു വലിയൊരു, അതുകൊണ്ട് ഇങ്ങനെ വൈവിധ്യമുള്ള ഒരു യാത്രയായിരുന്നു എൻ്റെ. അതുകൊണ്ട് തന്നെ ജീവിതം വളരെ വൈവിധ്യമുള്ളതായി മാറി. എങ്ങനെയാണ് പഴയകാല മാധ്യമപ്രവർത്തനവും ഇന്നത്തെ മാധ്യമപ്രവർത്തനവും താങ്കൾ താരതമ്യം ചെയ്യുന്നു? പണ്ട് കാലത്ത് നമ്മുടെ ഒന്നുകിൽ പത്രം അല്ലെങ്കിൽ റേഡിയോ, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു 10-20 വർഷം കഴിഞ്ഞാൽ ചാനലുകൾ, വാർത്താ ചാനലുകൾ. ഇതെല്ലാം മാറി സോഷ്യൽ മീഡിയ കൂടി വന്നതോടുകൂടി, ഓൺലൈൻ മീഡിയ കൂടി വന്നതോടുകൂടി എല്ലാവരും ലേഖകന്മാരും എല്ലാവരും നിങ്ങളുടെ പഴയകാല പത്രപ്രവർത്തനം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങളുടെ നവാസിന്റെ കയ്യിൽ കിട്ടുന്ന ഒരു വാട്സപ്പിൽ കിട്ടുന്ന ഒരു സന്ദേശം, ഇത് ആരയച്ചതാണ് ആർക്കും അറിയില്ല. ഇത് വിശ്വസിക്കാവോ? ചിലപ്പോൾ ശരിയായിരിക്കാം, എവിടെയാണ്. പക്ഷെ നിങ്ങളൊരു പത്രത്തിലോ അല്ലെങ്കിൽ ഒരു ചാനലിലോ വരുന്ന വാർത്തകൾക്ക് അത് ആ ചാനലിന്റെ വിശ്വാസതയ്ക്കനുസരിച്ച് ആ വാർത്തക്കും വിശ്വാസ്യത ഉണ്ടാവും, അല്ലേ? ഇത് നമ്മളുടെ ഫോണിലേക്ക് ഒഴുകി വരുന്ന കുറേ വാർത്തകൾ, അതുപോലെ ഊരും പേരും ഇല്ലാത്ത കുറേ ഓൺലൈൻ പോർട്ടലുകൾ, ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ആർക്കും എൻ്റെ ആത്മാവിഷ്കാരം നടത്താൻ വളരെ എളുപ്പമാണ്. പത്രാധിപർ വേണ്ട, എല്ലാവരും പത്രാധിപന്മാർ മാറി. ഒരു പ്രധാനപ്പെട്ട ഒരു താങ്കളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ജോൺ ബിട്ടാസ് ദേശാഭിമാനിയിൽ വരുന്നു, കൈരളിയിൽ വരുന്നു, ഇപ്പോൾ രാജ്യസഭാ അംഗമാണ്. KP ഉണ്ണികൃഷ്ണൻ കേന്ദ്രമന്ത്രിയാണ്, മാതൃഭൂമി ഡൽഹിയിൽ വരുന്നു, അവസാനം മന്ത്രിയായി മാറുന്നു. താങ്കളുടെ ഈ 40 വർഷക്കാലം എല്ലാ രാഷ്ട്രീയ മേഖലയിലുള്ള സൗഹൃദം, ഒരു രാഷ്ട്രീയം ആലോചിച്ചിരുന്നു, ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷേ ഞാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, ഇപ്പോഴും നല്ല. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ചെറിയ വാർത്തകളിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ അങ്ങനെയുള്ളൂ. വലിയ നേതാക്കന്മാരൊന്നും ആരും ഭീഷണിപ്പെടുത്താറില്ല. അതൊക്കെ വളരെ സ്നേഹത്തോടെ, അതിങ്ങനെ അല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ
എല്ലാ പാർട്ടികളും നല്ല സൗഹൃദമുണ്ട്, ഇപ്പോഴും നല്ല സൗഹൃദമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നത് KC വേണുഗോപാൽ ആദ്യമായി ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പയ്യന്നൂർ കോളേജിൽ KS യൂണിറ്റ് പ്രസിഡന്റാണ്. നയിക്കുന്നത് വലിയ ഇതിലാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വിളിക്കും. ബ്രിട്ടാസ് ഇവിടെ ദേശാഭിമാനിയിൽ വന്നു. ബ്രിട്ടാസ് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഞങ്ങളൊന്നായിട്ടാണ് യാത്ര അയച്ചു പോകുന്നത്. പക്ഷെ ബ്രിട്ടാസും ഇപ്പോഴും നമ്മളൊരു കോൾ കിട്ടിയാൽ ബ്രിട്ടാസ്, അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ എല്ലാ പാർട്ടികളിലും ഉണ്ട്. അതാണ് നമ്മുടെ ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. ഭാര്യയുടെ പേരെന്താ പറഞ്ഞത്? ഭാര്യ സുഷ, മകൾ തുഷാര, അവൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. സണ്ണിലോ വിഷ്ണു, അദ്ദേഹം SBIയിൽ ചീഫ് മാനേജറാണ്. രണ്ടാമത്തെ മകൻ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പഠിക്കുകയാണ്. 2 മക്കളാണ്. അപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് ഇപ്പോഴും സജീവ സാന്നിധ്യമായി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകർ നമ്മുടെ ഇതുവരെ വന്ന സക്സസ് സ്റ്റോറിയിൽ വന്ന അതിഥികളിൽ നിന്നും വ്യത്യസ്തനാണ് ശ്രീ PP ശശീന്ദ്രൻ. അതിൻ്റെ കാരണം പറഞ്ഞല്ലോ, അച്ച് തുടങ്ങി ഏറ്റവും ആധുനിക പത്രപ്രവർത്തന രംഗത്ത് ഇന്നും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന PP ശശീന്ദ്രൻ്റെ അനുഭവം പുതിയ തലമുറയ്ക്ക് കൗതുകമുള്ളതാണ്. പിന്നെ പഠിക്കാനുമുണ്ട്. തുടക്കം എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെ എത്തി നിൽക്കുന്നു, കടന്നുപോയ വഴികൾ, ഒരു പത്രപ്രവർത്തകൻ പരിചയപ്പെട്ട മനുഷ്യർ, പല കോലത്തിൽ, പല ഭാവത്തിൽ, പല രൂപത്തിൽ, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഇന്നും ഊർജ്ജസ്വലതയോടെ അദ്ദേഹം നമ്മോട് സംവദിക്കുന്നു. ഇന്നും മാധ്യമരംഗത്ത് സജീവമായി നിൽക്കുന്നു. ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് പഠിക്കാനുള്ളൊരു അവസരമാണ്, അറിയാനുള്ളൊരവസരമാണ്. മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആദ്യകാലവും ഇന്നത്തെ ന്യൂ ജെൻ കാലവും. അതുകൊണ്ട് ഇത് നന്നായി അറിയാൻ, മാധ്യമ ലോകത്തെ അറിയാൻ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പങ്കെടുത്ത PP ശശീന്ദ്രനും ഒപ്പം പ്രേക്ഷകർക്കും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം. യെസ്.